മോശെപ്പറ്റി, യോബിനെ പറ്റിയാണ് കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചത്. ഇവരെല്ലാവരും തന്നെ മഹാരഥന്മാരായ ആളുകളാണ്. നമ്മുടെ ബൈബിൾ ചിന്തകളെ സമ്പുഷ്ടമാക്കുന്നത് ഇത്തരം സമാനതകളില്ലാത്ത ഒട്ടേറെ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്, പ്രൊഫൈലിലുള്ള ആളുകൾ നമുക്കുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ലോക മതങ്ങളിൽ നിന്ന് ക്രിസ്തീയ വീക്ഷണങ്ങളെ ശക്തിവത്താക്കുന്ന ഘടകം ഇത്രയും വലിയ മനുഷ്യര്, ചെറിയ മനുഷ്യരായിരുന്നു, പ്രവൃത്തി കൊണ്ട് വലിയ മനുഷ്യര്. ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവ്. പക്ഷെ ദൈവത്തിന്റെ കൃപ, ഇവിടെ അനിയന്ത്രിതമായ ആ വ്യാപാരം എത്ര കണ്ട് ഒരുവനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിന്റെ തെളിവാണ് ഈ മനുഷ്യര്. ഈ കൂടെ നമുക്കൊരു സഹോദരിയെ കൂടി ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. കാരണം പുരുഷന്മാരുടെ മാത്രം കാര്യം പറഞ്ഞു പോകുന്നതല്ലല്ലോ യുക്തമായി. സ്ത്രീകളിലുമുണ്ട് വലിയ കോൺട്രിബ്യൂഷൻ തന്ന ആളുകൾ. അത്തരത്തിലൊരാളിലേക്കാണ് ഇന്ന് നമ്മളുടെ യാത്ര. അപ്പോൾ നമുക്ക് ബൈബിൾ എടുത്താൽ നല്ല സ്ത്രീരത്നങ്ങളെ കാണാൻ പറ്റും, നല്ല വനിതകളെ കാണാൻ പറ്റും. വളരെ കോൺട്രിബ്യൂഷൻ ക്രിസ്ത്യാനിറ്റിക്കും അതുവഴി യഹൂദമതത്തിലും ക്രിസ്ത്യാനിറ്റിയിലും എല്ലാം വളരെ കോൺട്രിബ്യൂഷൻ ചെയ്ത ആളുകളെ കാണാം. അപ്പൊ നമ്മള് ഓൾഡ് ടെസ്റ്റമെന്റിലും ഉണ്ട് ഒത്തിരി ആളുകൾ. അതിൽ ഹന്നയും ദെബോരയും ഒക്കെ നമുക്ക് പരിചിതരാണ്. അപ്പൊ ദെബോര എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ, അവര് ഒരു ജഡ്ജായിരുന്നുകൊണ്ട് ഒരു നാടിനെ ഭരിച്ചു വളരെ ഭംഗിയായിട്ട്. അപ്പോ ഈ സ്ത്രീകൾ ഇങ്ങനെ ഭരിച്ചാൽ എന്തോ കുഴപ്പം വരുമെന്നൊക്കെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങള് ദയാസന്മാരെ എങ്ങനെ ധരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പണ്ട് PYP ഒരു പെൺകുട്ടി മത്സരിച്ചു, പ്രസിഡന്റായിട്ട്, സെക്രട്ടറിയോ മറ്റോ ആയിട്ട് മത്സരിച്ചു. അപ്പൊ ഞാൻ അതിന് അനുകൂലം ലേഖനം എഴുതിയ ഒരാളാണ്. അതേപോലെ ഈ സ്ത്രീകള് എന്റെ തെറ്റുകൾ മുതിർന്ന ദാസന്മാരെ തിരുത്തിക്കണം കേട്ടോ. നമ്മളുടെ ഈ ചോരത്തിളപ്പൊക്കെ കൊണ്ട് പറയുന്നാകും, കൊണ്ട് തിരുത്തിക്കണം. അതിന് കുഴപ്പമില്ല. ഇവിടെ ഇരുന്ന് എന്നെ തിരുത്തിയിട്ട് എന്നെ കൂടെ തിരുത്തുന്നില്ല, തെറ്റില്ല. അത് കേട്ടിട്ടേ ഞാൻ പോകുള്ളൂ. ഞാനൊരു അഭിപ്രായം പറയുന്നതായിട്ട് കൂട്ടിയാൽ മതി. സ്ത്രീകള് ഈ കർത്തൃമേശ കൊണ്ടു കൊടുക്കുന്ന ഒരു രംഗമുണ്ടായി, സ്ത്രീകളുടെ ഇടയിൽ കൊടുക്കുന്ന ഒരു രംഗമുണ്ടായി. അത് വലിയൊരു വിവാദമായി കേരളത്തിൽ. പക്ഷെ ഞാനത് സപ്പോർട്ട് ചെയ്യാൻ ചെയ്തത്. അതിന്റെ കാരണം അവരത് നടത്തുകയല്ലോ, സ്ത്രീകളുടെ ഇടയിൽ സ്ത്രീകൾ കൊണ്ടു കൊടുക്കുന്നു. എനിക്കത് മാതൃകയായിട്ടാണ് തോന്നുന്നത്. ഒരു പുരുഷൻ അതുവഴി നടക്കുന്നതിലും നന്നായിട്ട് തോന്നിയത് സഹോദരിമാർ അതുവഴി കൊണ്ടു കൊടുക്കുന്നതാണ്. അപ്പോൾ സഭയുടെ ശുശ്രൂഷയിലും ഒക്കെ സ്ത്രീകൾക്ക് വലിയൊരു ഭാഗമുണ്ട്, വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ എത്ര വർക്കറുണ്ട് നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ പുരുഷന്മാർ എണ്ണ പറയും, സ്ത്രീകളും വർക്കേഴ്സാണ്. അപ്പോൾ ഒരു ചർച്ചിൽ ഭാര്യയും ഭർത്താവും വർക്കറാണ്, ആ വിധത്തിൽ തന്നെ പറയണം. മിനിസ്ട്രിക്ക് ഇറങ്ങിയ പാസ്റ്ററും വൈഫും അവരും വർക്കറാണ്, അവരെ ഉൾക്കൊള്ളിക്കുകയും വേണം. ഈ മിനിസ്ട്രിയിൽ ഈ പായിടാനും തൂക്കാനും പ്രാർത്ഥിക്കാനും ഹന്നയെ പറ്റി പ്രസംഗിക്കാനും മാത്രമല്ല, കുറെ കൂടി സ്ത്രീകൾ പരിഗണിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ചർച്ചുകൾ എന്നാണ് എൻ്റെ ഒരു ചിന്ത. അത് ഈ അപ്പോസ്തലനെ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അതുകൊണ്ട് സ്നാനപ്പെടുത്താനും അങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നില്ല, വചനത്തിൽ ഒരു മാതൃക കാണുന്നില്ല. അപ്പൊ മാതൃകയുള്ള ഒരു നിലയിൽ ചെയ്യണം. പക്ഷെ അതില് നമ്മൾ ഇന്ന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന പരിഗണന കുറവാണെന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. കാരണം അവരെ ഒരു എക്സാമ്പിൾ, ഒരു സ്ത്രീ ഒരു കമ്മിറ്റിയിൽ വരുന്നു, അതിനെയൊക്കെ എതിർക്കുന്നൊരു കാഴ്ചയാണ്. അപ്പൊ സ്ത്രീ കമ്മിറ്റി വരുന്നതാണ് നല്ലത്. അതിൽ ഒരു കമ്മിറ്റിക്കാരി 1 or 2 പേരെ വരുന്നത് കൊണ്ടുള്ള ഗുണം, ഈ സ്ത്രീകളുടെ കാര്യം പിന്നെ ആരാ പറയും? നമ്മൾ തന്നെ പറയും. അവരുടെ കാര്യം കമ്മിറ്റിയിൽ പറയാം. ഇത് അവരുടെ കാര്യം, അവരെ ട്രഷറാക്കി ഒരു സഹോദരിയെ പുരുഷൻ ചെയ്യുന്നതിലും വൃത്തിക്ക് അവരത് ചെയ്യും. അപ്പൊ അതിലെന്താ തെറ്റ്? അതിൽ കുഴപ്പമുണ്ടോ? കാരണം ഇതൊന്നൊരു ബിബ്ലിക്കൽ തസ്തികയല്ല ഈ ട്രഷറും എന്ന് ഓർത്തണം. അപ്പൊ അവർ കൂടുതൽ ഇതിനുള്ളിലേക്ക് വരേണ്ടവരാണ് എന്ന ഒരു ചിന്ത എനിക്കുണ്ട്. അതൊരു സജഷൻ പോലെ മുമ്പോട്ട് വെച്ചാണ്. അത് വലിയ വിപ്ലവത്തിലേക്ക് പോരുത്. നമ്മുടെ മനസ്സെല്ലാം ഒരു തരം കൺസർവേറ്റീവായ ഒരു ബോധത്തിൽ, ഒരു വിക്ടോറിയൻ ബോധത്തിലാണ് നമ്മുടെ മനസ്സിപ്പോഴും കിടക്കുന്നത്. അവിടുന്ന് കാലം ഒത്തിരി മുമ്പോട്ട് പോയി. സ്ത്രീകൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് നമ്മളുടെ. പക്ഷെ ഇത് പറയുമ്പോഴും സഹോദരിമാർ ഓർക്കേണ്ട കാര്യം, ലോകത്ത് തന്നെ സ്ത്രീകളെ ഏറ്റവും അധികം പരിഗണിക്കുന്നത് യേശുവാണ്, യേശുവിന്റെ മാർഗമാണ്, സുവിശേഷമാണ്. അപ്പൊ നമുക്കിടയിൽ നിന്ന് പ്രഭാഷകരുണ്ടായിട്ടുണ്ട്, കരുത്തരായ ശുശ്രൂഷക്കാർ എഴുന്നേറ്റിട്ടുണ്ട്, സ്ത്രീകൾ ആദരിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ നിലയിലും. പാട്ട് പാടുന്നതിൽ സ്ത്രീകൾക്ക് കിട്ടി. ഇപ്പൊ തന്നെ എത്ര മനോഹരമായ ഹൃദയകാരിയായ ഒരു പാട്ട് പാടാനാണ് നമ്മുടെ ഒരു സഹോദരിയെ കർത്താവ് ഉപയോഗിച്ചത്. നിങ്ങളുടെ പാട്ടുകളെല്ലാം ഇവിടെ ചൂസ് ചെയ്യുന്നതെല്ലാം വളരെ മനോഹരമായ ഗാനങ്ങളാണ്, ഹൃദയകാരിയായ ഗാനങ്ങളാണ്. അപ്പൊ അത് സഹോദരന്മാരും എല്ലാം ആ രംഗത്ത് വരുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് അവിടെ ഒരു വ്യക്തിമുദ്ര വധിപ്പിക്കാൻ നമ്മുടെ ഇടയിൽ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്.
ഇനി വേറൊന്ന്, ഇന്ത്യയിൽ പെന്റക്കോസ്റ്റലിസം ആരംഭിക്കുന്നത് ഒരു സ്ത്രീയിൽ നിന്നാണ്. അതിന്റെ കാരണമുണ്ട്. ഇന്ത്യയിൽ പെന്റക്കോസ്റ്റലിസം ആരംഭിക്കുന്ന ആരിൽ നിന്നാ? പണ്ഡിത രമാബായിൽ നിന്നാണ്. വലിയൊരു സ്കോളറാണ് അവർ, അഗാധമായ സ്കോളർ. ഈ പണ്ഡിത രമാബായിയെ പറ്റി കേൾക്കേണ്ടതുണ്ട്. സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട്, സതി മനസ്സിലായല്ലോ, സതി ഒരുതരം ചതിയായിരുന്നു. സ്ത്രീകളെ കൊല്ലുന്ന ഒരുതരം ചതിക്കുന്ന പണിയായിരുന്നു. ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ സ്ത്രീയെ മുള അറുത്തിട്ട് ആ മുള വെച്ച് കെട്ടി ഫിറ്റാക്കും. കാരണം ഇവർ എഴുന്നേറ്റ് ഓടാതിരിക്കാം. കൊച്ചു പെണ്ണല്ലേ. കൊച്ചു പെണ്ണെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കാരണവര് ആണ് കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്. 80 വയസ്സുള്ള മനുഷ്യൻ പോകുന്ന വഴിക്ക് 12 കാരിയെ 15 കാരി കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കല്യാണം കഴിച്ച് വരുന്ന വഴിക്ക് പ്രായാധിക്യം കൊണ്ട് ഈ കാരണവർ മരിച്ചു പോകും. മനസ്സിലായിക്കോണം. തിരിച്ചു വരുമ്പോഴേക്ക് ഈ പെണ്ണ് വിധവയാവും. അന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഈ പുള്ളി തട്ടിപ്പോവും. അതുപോലത്തെ പ്രായമാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു സംസ്കാരത്തിനെതിരെ പ്രവർത്തിച്ച് പോരാടിയ സ്ത്രീയായിരുന്നു പണ്ഡിത രമാബായി. ഈ പണ്ഡിത രമാബായി ചിത്പവൻ ബ്രാഹ്മൺ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. ചിത്പവൻ എന്ന് പറഞ്ഞാൽ ഹൈ ക്ലാസ് ആണ്. ബ്രാഹ്മണസിലെ ഈ ക്ലാസ് സിസ്റ്റത്തിൽ കൂടിയ ആളാണ്. ഈ കാശിപ്പെട്ട ഒരാളായിരുന്നു ഗാന്ധിജിയെ വെടിവെച്ച് വന്ന ഗോഡ്സെ. അത് ഹൈ ക്ലാസ് ബ്രാഹ്മണ. അപ്പൊ അത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അഗാധ സംസ്കൃത പാണ്ഡിത്യമുള്ള ഒരു സ്ത്രീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു വരികയാണ്. അവർ വെറുതെ ഒന്നും വരുന്നില്ല. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലത്ത് ഈ സതി നിമിത്തം പീഡിപ്പിക്കപ്പെടാൻ കാത്തിരിക്കുന്ന സ്ത്രീകൾ വീട് വിട്ടൊക്കെ അലഞ്ഞോടും, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാനോ അല്ലെ പിടിച്ചു കെട്ടി കൊല്ലും. ഇതാ സ്ഥിതി. അപ്പൊ പ്രാണനെ കുറിച്ചുള്ള ആർത്തി കൊണ്ട് ഓടും. അപ്പൊ ഇങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്ന് അവരെ മുക്തി മിഷനിൽ പാർപ്പിച്ചു. അവരെ അവിടെ കയറി അടിക്കാനും നോക്കിയില്ല. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലമാണ്. അപ്പൊ അവിടെ അതിന് പരിരക്ഷയുണ്ട്. അപ്പൊ അങ്ങനെ ബദലുകൾ സൃഷ്ടിച്ച് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് വായിക്കുകയാണ്. ഇപ്പൊ ചാപ്റ്റർ 2 വായിച്ചപ്പോൾ ഏതോ ഒരു കുട്ടി ചോദിച്ചു, ഇവിടെ ഇങ്ങനെയൊക്കെ കേൾക്കുന്നു, ഇതൊക്കെ എന്താ ഇപ്പൊ ഇല്ലാത്ത? അപ്പോഴാണ് അവരാദ്യം ചിന്തിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെ ഉണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോഴേക്ക് അവിടെ അന്യഭാഷാ ഭാഷണത്തോടുകൂടി വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. അതാ ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ റിക്കോർഡിക്കലായ ഉണർവ്. ഇപ്പൊ അത് ആ ചരിത്രം മാറിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ തമിഴ്നാട്ടിലെ ജോൺ ക്രിസ്ത്യൻ അരുളപ്പനാണ്, അവരുടെ ചർച്ചിലാണ് ആദ്യമായിട്ട് ഇത് രേഖപ്പെടുത്തിയെന്ന് പുതിയ ചരിത്രം വരുന്നുണ്ട്. പക്ഷെ എന്നാലും രേഖാമൂലമുള്ള ചരിത്രത്തിൽ ഈ പണ്ഡിത രമാബായിയുടെ ചർച്ചിലാണ്, മുക്തി മിഷനിലാണ് ശരിക്കും ആദ്യത്തെ ഉണർവ് പൊട്ടിപ്പുറപ്പെടുന്നത്. ഇതെല്ലാം പോട്ടെ, രാജ്യം അവർക്ക് ഭാരതരത്ന അവാർഡ് കൊടുത്ത് ആദരിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇന്ത്യ, നമ്മുടെ മഹാരാജ്യം. ഇന്ത്യ ഒരു സിവിലിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഭാരതരത്ന. അംബേദ്കർക്കൊക്കെയാണ് ഇത് കിട്ടിയത്. അങ്ങനെയുള്ള മനുഷ്യർക്ക് കിട്ടിയ അവാർഡ് നമ്മുടെ ഒരു സഹോദരിക്ക് കിട്ടി എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമില്ലേ? അത് നമ്മൾ നിസാരമായിട്ട് കാണല്ലേ. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ കാത്തലിസും എല്ലാം കൂടി ഒരു യോഗത്തിലാണ് ഞാനിത് സംസാരിച്ചിട്ട് ഇവരെ അത്ഭുതപ്പെട്ടു. ഇത്തരം സ്ത്രീകൾ, വിവരമുള്ളവർ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇത്ര അറിവുള്ള പ്രാപ്തരായ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോ ഇങ്ങനെ വലിയ കോൺട്രിബ്യൂഷൻ തരാൻ കഴിയുന്ന ആളുകൾ. വേറൊരു കാര്യം കൂടെ, ഞാൻ മറിയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, അവിടെ പറഞ്ഞേക്കാം. നമ്മുടെ കർത്താവിന്റെ അമ്മയായ മറിയെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. ഇപ്പൊ ഇവിടെ ഒരു കാര്യം, ഇതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഈ നമുക്കൊരു ഉദാഹരണം എടുക്കാം. മറ്റേ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്നൊരു വചനമുണ്ട്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഈ ദൈവത്തോടു കൂടെ നടക്കുന്ന ഹാനോക്ക് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റിയോ കുടുംബത്തെ പറ്റിയോ ഒന്നും ബൈബിളിൽ പരാമർശമില്ല. ആരാണെന്നൊന്നും ഒരു പിടിയില്ല, അവരുടെ പേരൊന്നും അവിടെ എഴുതിയിട്ടില്ല. അപ്പോ ഈ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ഒക്കെ ജനിപ്പിച്ചു. അപ്പൊ ഇതിന്റെ അർത്ഥം ഈ സന്യാസം പോലുള്ള ജീവിതം അല്ല അദ്ദേഹത്തിന്റെ. കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഒരിക്കലും ക്രിസ്ത്യൻ ലൈഫ്, ബൈബിൾ ഒരിക്കലും ഈ സന്യാസത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എല്ലാം കളഞ്ഞിരുന്നത്. അങ്ങനെ ആയാലും വരം ലഭിച്ചവരൊരു ചെയ്യാനും പറയുന്നുണ്ട്. അത് വരമാണ്. വരം ലഭിച്ചവര് തന്നെ പോയിട്ട് മിൽസ് ചെയ്യുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. അപ്പോ പക്ഷെങ്കിൽ ദൈവം ഉപയോഗിച്ച മനുഷ്യരൊക്കെ വിവാഹിതരായിരുന്നു ബൈബിൾ. അപ്പൊ അത് കുടുംബത്തെയും കൊണ്ടുപോയി ശുശ്രൂഷ ചെയ്യുക എന്നത് ഒരു വലിയ ത്യാഗമാണ്, വലിയ പ്രശ്നം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ബന്ധമില്ലാത്തൊരു കാര്യം കൂടി പറയാം. ഈ ബുദ്ധിസ്റ്റ് ചിന്തയ്ക്കകത്ത്, ബുദ്ധന്റെ കൂടെയുള്ള ആ ചിന്തയ്ക്കകത്ത് ബുദ്ധന്റെ 2 വീക്ഷണമുണ്ട്. ഒന്ന്, ആദ്യം ബുദ്ധൻ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഭാര്യ ഉപേക്ഷിച്ചു, കുടുംബത്തെ എല്ലാം കളഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ഏകനായി അലഞ്ഞു തിരിഞ്ഞ് രാജ്യം മുഴുവൻ അലഞ്ഞ് ശാന്തി തേടി അലഞ്ഞു. അവസാനം അദ്ദേഹം ആദ്യം ജീവിച്ചതിന് വിപരീതമാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ അലച്ചിലൊന്നും കാര്യമില്ല, മനുഷ്യൻ വല്ലതൊക്കെ ഭക്ഷിക്കണം, മാന്യമായിട്ട് ജീവിക്കണം, കല്യാണം കഴിക്കണം, കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തണം. അതാ ബുദ്ധന് ബോധോദയം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ യഥാർത്ഥ ബോധം ഈ കുടുംബമൊക്കെ വേണമെന്ന് തോന്നിയെന്നാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇതാണ് ബുദ്ധിസത്തിന്റെ ഒരു പിറവി. അപ്പൊ ബുദ്ധിസത്തെ പിന്നീട് ഈ ബുദ്ധിസം 2ആയിട്ട് പിരിഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു ആദ്യത്തെ ബുദ്ധനാണ് ശരി, രണ്ടാമത്തെ ആൾ പറഞ്ഞു രണ്ടാമത്തെ ബുദ്ധനാണ് ശരി.
അപ്പൊ ഈ രണ്ടായിട്ട് പിരിഞ്ഞ ആളുകള് ആദ്യത്തെ യാത്രയ്ക്ക് പേരിട്ടു മഹായാനം. ഞങ്ങൾ ഇതെല്ലാം വിട്ടെ ഗ്രേറ്റ് ജേണി ഇത് ചെയ്യാണ്. കാരണം ഭാര്യയില്ല, കുടുംബമില്ല, മക്കളില്ല, മോക്ഷം തേടി പോകുന്ന ഒരു സന്യാസ വ്രതം അനുഷ്ഠിച്ചു പോവാണ്. രണ്ടാമത്തെ കൂട്ടർ പറഞ്ഞു നിങ്ങളുടെ മഹായാനമാണെങ്കിൽ, ആദ്യത്തെ കൂട്ടർ ഹീനയാനം, ഞങ്ങൾ ഹീനമായി ത്യാഗം സഹിച്ച് ഈ പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ ഇതെല്ലാം അനുഭവിച്ച് ഇങ്ങനെ പോവാണ്. രണ്ടാമത്തെ പുള്ളികൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ അപ്പനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇത് മഹായാനമാണ്, ഗ്രേറ്റ് ജേണിയാണ്. അപ്പോൾ ഇത് ഭയങ്കര കട്ടിയാണ്. അപ്പൊ സന്യാസിയേക്കാൾ കട്ടിയാണ് കുടുംബസ്ഥന്റെ ജീവിതം. അങ്ങനെയെങ്കിൽ ആനോക്കിന്റെ ജീവിതം നമ്മളൊന്ന് പഠിക്കുക. ഭാര്യയുണ്ട്, മക്കളുണ്ട്, ആ കൂടെ ദൈവത്തോടു കൂടെ നടന്നു. ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരു വീട്ടിൽ ദൈവത്തോടു കൂടെ നടക്കാൻ തടസ്സമില്ല. അപ്പൊ അങ്ങനെ നടക്കാൻ ആ കുഞ്ഞുങ്ങൾ എത്രമാത്രം കോപ്പറേറ്റ് ചെയ്തതാണ്, ആ ആന്റി എത്രമാത്രം കോപ്പറേറ്റ് ചെയ്തതാണ്. അപ്പൊ ആ ഭാര്യ കൂടി കോപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തോടുള്ള നടപ്പ് പറ്റുമോ? സാധാരണ നടക്കാൻ പറ്റുന്നില്ല. അന്നേരം ദൈവത്തോടു കൂടെ സക്സസ്ഫുൾ ആയ ഒരു ലൈഫ് നടത്താൻ ഈ ദൈവദാസനെ സഹായിച്ചതിന്റെ പിന്നില് ആ സഹോദരിയുടെ ഒരു കരമുണ്ട്, ആ സഹോദരിയുടെ ഒരു സമർപ്പണമുണ്ട്, ആ അമ്മയുടെ അല്ലെങ്കിൽ ആന്റിയുടെ ആ കർത്തൃദാസിയുടെ വലിയ സമർപ്പണമുണ്ട്. അപ്പം എല്ലാവരെയും മോൾഡ് ചെയ്തെടുക്കുന്നത് അത്തരത്തിൽ കെയർ കൂടിയാണ്. അങ്ങനെ നമുക്ക് ആത്മീയ ശുശ്രൂഷയിൽ സഹോദരിമാർക്കുള്ള പങ്ക് അത് നമ്മുടെ സെമിനാറിലൊക്കെ ഇഷ്ടം പോലെ കേൾക്കാറുണ്ട്. പക്ഷെ അതിനകത്തൊരു കുഴപ്പമുണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. നമ്മുടെ ഈ സെമിനാറിൽ സ്ത്രീകൾ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഈ സ്ത്രീകളുടെ പ്രസംഗമാണ് ഏറ്റവും വലിയൊരു കുഴപ്പം നമ്മുടെ സെമിനാറിൽ. കാരണം ഇവർ അന്നൊരു ദിവസത്തേക്ക് ഒരു സൂട്ടും കോട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് മുമ്പിലിരിക്കുന്ന കൊച്ചു ഉടുപ്പിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിനെ പ്രസംഗിക്കുക. അതിന്റെ ഉടുപ്പ് ഇഷ്ടപ്പെട്ടില്ല, കളർ ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ മുടി ശരിയല്ല. ഒരു സ്ത്രീക്കെതിരെയാണ് നീ പ്രസംഗിക്കുന്നത്. അതാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, അല്ല പ്രസംഗിക്കുന്നതിലല്ല കുഴപ്പം. അന്നത്തെ ആ ലേഡി സമാജത്തിലെ കൺവെൻഷന്റെ സെക്ഷനിൽ ഈ സ്ത്രീ പ്രസംഗിക്കുന്നത് വേറൊരു സ്ത്രീക്കെതിരെയാണ്, ഓർത്തോണം. അല്ലെ ആ കുഞ്ഞിനെ, പെണ്ണുങ്ങളുടെ കാര്യം എനിക്ക് പറഞ്ഞ അവർ ഉടുപ്പ് ഒത്തില്ല, കൈയിറക്കിയിട്ട ഒത്തില്ല, നടന്നു ഒത്തില്ല, ചിരിച്ച ഒത്തില്ല, ഇതെല്ലാം പ്രസംഗിക്കേണ്ടതേ. അതൊക്കെ പേഴ്സണലി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാന്യമായ വസ്ത്രം ധരിക്കണം, അതൊരു സത്യം വസ്തുതയാണ്. അതൊക്കെ ആളുകളെ ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുമ്പോൾ ഈ വിലപിടിപ്പുള്ള സമയത്ത് ഇവരോട് പറഞ്ഞു കൊടുക്കേണ്ട ചിന്തകളും ആശയങ്ങളും ഉണ്ട്. അതിന് വേണ്ടത് സ്ത്രീകൾ സമാഹരിച്ചിട്ട് പ്രസംഗിക്കണം, അതിന് വേണ്ട ആർജവം ഉണ്ടാകണം, അത് മറ്റൊരു സത്യം. പക്ഷേ പൊതുവെ എടുത്താൽ സ്ത്രീകൾ എന്തോ കുറഞ്ഞ ആളുകളാണെന്നൊരു ബോധത്തിന് വിപരീതം നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. നമുക്കൊരു കാര്യം അറിയാലോ, ഇന്ത്യ ഭരിച്ച ഏറ്റവും മികച്ചൊരു പ്രധാനമന്ത്രിയാണ് ഇന്ദിരാജി, ചന്ദ്ര കുമാരതുംഗെ, സിനിമാവോ ബന്ധാര നായകെ, ഇവരൊക്കെ ആരായിരുന്നു നോക്കുക. അപ്പോ ഇപ്പൊ തന്നെ നമ്മുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതാവുണ്ടല്ലോ, മമതാ ബാനർജി, അവര് ഭയങ്കര ഒരു ഫിഗറാണ്. മരിച്ചുപോയ ജയലളിത, അവരൊക്കെ പുരുഷന്മാര് ഭരിച്ചതിനേക്കാൾ മികവുറ്റ നിലയിൽ രാഷ്ട്രം നാട് ഭരിച്ച ആൾക്കാരാണ്, കഴിവുള്ള ആളുകൾ തന്നെയാണ്. അപ്പോ എന്നോടൊരാൾ പറഞ്ഞു സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കണം, സ്ത്രീ പറഞ്ഞാലൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല, പുരുഷനാണിത്. ഞാൻ ചോദിച്ചു ഇത് മറ്റേ ശ്രീലേഖ IPS ബാധകമാണോ എന്ന് ചോദിച്ചു. നമ്മുടെ ഇവിടെ ഒരു പോലീസ് സൂപ്രണ്ടുണ്ട്, ശ്രീലേഖ IPS. ശ്രീലേഖ IPS അനിൽപുരത്തോടത്തിന് കീഴടങ്ങണമെന്ന് ചോദിച്ചു, പറയാൻ പറഞ്ഞു. കാണുന്ന പുരുഷന്മാർക്കെല്ലാം കീഴടങ്ങണമെന്നല്ല വചനം പറയുന്നത്, ഭാര്യ ഭർത്താവിനെന്നാ, അല്ല പുരുഷൻ സ്ത്രീക്കെന്നല്ല. സ്ത്രീ പോയി പുരുഷന്മാർക്കെല്ലാം കീഴടങ്ങണമെന്നല്ല, കുടുംബത്ത് കീഴടങ്ങിയിരിക്കണമെന്നാണ്. കുടുംബത്തെ ഭാര്യ ഭർത്താവിന് വിധേയായി കീഴടങ്ങിയിരിക്കണം, അത് വചനം പറയുന്നതാണ്. അത് തെറ്റൊന്നുമില്ല. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ലോകത്തിലെ സകല സ്ത്രീകളും പുരുഷന് കീഴടങ്ങണമെന്നോ പുരുഷനേക്കാൾ കുറഞ്ഞ ആളാണെന്നോ ഇല്ല, പുരുഷനെ ധിക്കരിക്കാനൊന്നും അതിനർത്ഥമില്ല. ബഹുമാനരായ ആളുകളൊക്കെ ബഹുമാനിക്കണം. പക്ഷെങ്കിൽ സ്ത്രീകൾക്കുള്ള ഒരു പ്രാധാന്യം ഞാൻ മറിയയിലൂടെ ഒന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം ഈ മറിയ എന്ന കർത്തൃദാസി, ആ പെൺകുട്ടിയുടെ പ്രായം നിങ്ങൾ ഓർക്കണം. പ്രായം ഒരു ചെറിയ കുട്ടിയാണ്. അപ്പോ വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യകയായ ഒരു പെൺകുട്ടി. അപ്പൊ ആ പ്രായത്തിന്റെ പരിമിതി ഓർക്കണം. അന്ന് ദൂതൻ പ്രത്യക്ഷനാകുന്നു മറിയയ്ക്ക്. പ്രത്യക്ഷനായിട്ട് പറയുന്നത് ആദ്യത്തെ പദം കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ചിലരത് നന്മ നിറഞ്ഞ മറിയൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലെ. അപ്പൊ കൃപയാണ് ലഭിക്കുന്നത്, നന്മയല്ല. പരസ്പരം യാതൊരു ബന്ധവും ഇല്ലാത്ത പദം കൃപയും നന്മയും. നന്മ നാച്ചുറലി ഒരാളിൽ ഉള്ളതും കൃപ കാരുണ്യം കൊണ്ട് ലഭിക്കുന്നതുമാണ്. കൃപ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നതും നന്മ നമ്മുടെ ഉള്ളിലുള്ളതുമാണ്. അപ്പോ ദൈവം കൊടുക്കുന്ന കൃപ മറിയയ്ക്ക് ലഭിച്ചു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഇതിനകത്ത് ഈ പദം വളരെ ചിന്തിക്കേണ്ട ഒരു പദമാണ്, കൃപ, കാരുണ്യം. അപ്പൊ കാരുണ്യം ലഭിക്കുന്ന മറിയ. അപ്പോൾ ഈ മറിയയോട് ഒരു പുരുഷൻ വന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പല കാര്യങ്ങളിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ്, വെളിപ്പാടും ഒക്കെ പഠിച്ചിടയ്ക്ക് ഞാൻ പറഞ്ഞു. ഈ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടി പുറത്തിറങ്ങി നടക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. ഒന്നാമത്തെ കാര്യം, നിശ്ചയം കഴിഞ്ഞ കുട്ടിയെ പാലസ്തീനിയൻ കൾച്ചർ അനുസരിച്ച് വിവാഹിതയായ കുട്ടിയായി തന്നെയാണ് കൂട്ടുന്നത്.
എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞവളായി തന്നെയാണ് കൂട്ടുന്നത്. കല്യാണം കഴിഞ്ഞ കുട്ടിയെയും നിശ്ചയം കഴിഞ്ഞ കുട്ടിയെയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം രണ്ടാളുകൾക്കും ശിരോവസ്ത്രമുണ്ട്. അപ്പൊ ഈ ശിരോവസ്ത്രം ഈസ് ആൻ ഐഡന്റിറ്റി. അപ്പൊ അതായത് വൈഫായിരിക്കുന്നതിന്റെ ഐഡന്റിറ്റിയാണ്. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങള് ഈ ഒരു പൊട്ട് കുത്താറുണ്ട്. ഈ മുടിക്കും നെറ്റിക്കും ഇടയ്ക്കായിട്ട് ഒരു പൊട്ട് കുത്താറുണ്ട്. അപ്പൊ ഈ തിലകക്കുറി, ഈ പൊട്ട് ഒരു കാര്യം തെളിയിക്കുന്നു, അവൾക്കൊരു ഹസ്ബൻഡ് ഉണ്ടെന്നുള്ള തെളിവാണ്. അപ്പൊ ഒരു പരപുരുഷൻ ഈ കുട്ടിയെ നോക്കാൻ പാടില്ല, അവളൊരു അമ്മയോ ഒരുവന്റെ ഭാര്യയോ ആണെന്നുള്ള തെളിവാണ് ഈ പൊട്ട്. അപ്പൊ ഇതുപോലെ ഒരു യഹൂദ പെൺകുട്ടി ശിരോവസ്ത്രം ധരിച്ച് നടക്കുന്നത് കണ്ടാൽ ഓർത്തുകൊള്ളണം, അവൾ ഭാര്യയാണ് ഒരുവന്റെ. അപ്പൊ നിശ്ചയം കഴിഞ്ഞാലേ യഹൂദന്മാരുടെ നാട്ടിൽ ഭാര്യയായിട്ട് തന്നെയാണ് കാണുന്നത്. വചനം പറയാണ്, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കേണ്ട. നിശ്ചയിച്ച പെണ്ണെന്നല്ല, നിന്റെ ഭാര്യ. അങ്ങനെയാ പറയുന്നത്. ഭാര്യയായിട്ട് തന്നെയാണ് കരുതുന്നത്. ഭാര്യയായിട്ട് കരുതുന്നു എന്ന് പറഞ്ഞാലും ഇവര് തമ്മിൽ കാണുന്നൊന്നുമില്ല, വളരെ അകലങ്ങളിലാണ്. കല്യാണം ഉടനെ അങ്ങ് നടക്കത്തില്ല. നിശ്ചയം നടത്തി വർഷങ്ങൾ കഴിഞ്ഞാണ് കല്യാണം. ഈ കല്യാണ ദിവസം എന്നാണെന്ന് ഈ വരന്റെ പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. അദ്ദേഹത്തിന്റെ മാത്രം അധികാരമാണ്. അത് ആ പിതാവ് തന്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറയും. പിതാവിന്റെ മൊണോപ്പൊളി, അദ്ദേഹത്തിന്റെ ഒരു കുത്തക അവകാശമാണ് ഇതെപ്പോ നടത്തണം എന്നുള്ളത്. പക്ഷെങ്കിൽ ഈ പെണ്ണ് എല്ലാ ദിവസവും കാത്തിരിക്കും. രാത്രിയാണ് ഇവരുടെ വിവാഹ ചടങ്ങ്. അപ്പൊ മണവാളൻ വരുന്നത് അർദ്ധരാത്രിയിൽ മണവാളൻ വരുന്നു എന്നൊക്കെയുള്ള വാക്യം അതാണ്. അപ്പോൾ കാത്തിരിക്കണം. എപ്പോഴാ വരുന്നറിയില്ല, ഏതുറക്കത്തിലും കാത്തിരിക്കണം. ഇപ്പൊ വരും. അപ്പൊ ഒരു യഹൂദ പെൺകുട്ടി നിശ്ചയം കഴിഞ്ഞ ശേഷം മണവാളന് വേണ്ടി എപ്പോഴും കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ അവള് മുടി വൃത്തിയാക്കി തൈലം പൂശി കുളിച്ചു സുന്ദരിയായി വൃത്തിക്കിരിക്കണം എന്നർത്ഥം. എപ്പോഴും ജാഗ്രതപ്പെട്ടിരിക്കണം എന്നാണ്. മനസ്സിലായോ? അപ്പോ ഞങ്ങളൊരു യോഗം കഴിഞ്ഞപ്പോൾ ഒരു ദിവാസൻ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചൊരു ഹാളിൽ കിടക്കേണ്ടി വന്നു. അപ്പൊ പുള്ളിക്കാരൻ പാൻറ് ഇട്ടങ്ങ് കിടക്കാൻ തീരുമാനിച്ചു. നല്ല പാൻറ് ഒക്കെ ഇട്ട് അത് ഇൻ ചെയ്തേക്കുക. പുള്ളി ശ്രദ്ധിക്കാതെ പോയത് ഇൻ ചെയ്തിട്ട് കിടന്നുറങ്ങാം. അപ്പൊ എന്നോട് ചോദിച്ചു, ഇത് ഇൻ ചെയ്തൊക്കെ കിടന്നുറങ്ങും. ഞാൻ പറഞ്ഞു, പുള്ളി കർത്താവ് എപ്പോഴും വരും, അതുകൊണ്ട് ഒരുങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ കർത്താവ് വരുമ്പോൾ നമ്മളായിട്ട് ഇനിയും പോകാനൊരു തയ്യാറെടുപ്പ് ഇല്ലാതിരിക്കേണ്ട, പാൻറ്റൊക്കെ ഇട്ട് ബെൽറ്റും ഒക്കെ ഇട്ട് നല്ല വൃത്തിക്ക് കിടന്ന് ഉറങ്ങാണ്. അപ്പോ ഒരുങ്ങിയിരിക്കാതെ എന്ന് പറയുന്ന യഹൂദ പെൺകുട്ടികള് ഈ കിടക്കുന്നത് പോലും അങ്ങനെ ഒരുങ്ങിയാണ്, വൃത്തിക്കാണ് കിടക്കുന്നത്. അപ്പൊ എപ്പോഴും ഒരു ജാഗ്രതയാണ്. കാരണം മണവാളൻ അർദ്ധരാത്രിക്ക് വരുമ്പോൾ ഈ വിളക്ക് തെളിയിക്കണം, ജ്വലിപ്പിക്കണം, ആർപ്പ് വിളിയൊക്കെ ഉയരണം. ഇത് ഇവള് മാത്രമല്ലെന്ന്, ഇവളെ പോലെ അനേക കുട്ടികളുണ്ട്. അതായത് കന്യകമാർ എന്നൊക്കെ വിളിക്കുന്നത്. അവർ ഒരുമിച്ച് കാത്തിരിക്കുക, ഏത് മണവാളനാ വരുന്ന അറിയില്ല. അപ്പൊ തന്റെ മണവാളൻ വരുന്നു എന്നുള്ള ജാഗ്രതയും. അപ്പൊ നടപ്പിൽ പോക്കിലല്ല ഇങ്ങനെയാണ്. ഇവര് പരപുരുഷ സാന്നിധ്യം ഉള്ളിടത്ത് വെച്ച് ഒരിക്കലും അങ്ങനെ ഒത്തിരി നിൽക്കുകയില്ല. ഒരു പുരുഷൻ അവളെ നോക്കിയാലുടൻ അവളുടെ കയ്യിലൊരു മോതിരമുണ്ട്. ആ മോതിരത്തെ ഇങ്ങനെ ചുംബിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഇതില് തന്റെ മണവാളന്റെ പേരുണ്ട്. ഇത് ചുംബിച്ച് കാണിക്കുന്നതിന്റെ അർത്ഥം, നീ എന്നെ നോക്കിയിട്ട് വലിയ വിശേഷമൊന്നുമില്ല, എനിക്കൊരു കാന്തനുണ്ട്. ഇതിനാ ഉത്തമയത്തിൽ പറയുന്നത്, എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിൽ വെച്ചുകൊള്ളണം. അപ്പോ കാന്തനും ഒരു മോതിരം ഇവൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വിവാഹം നിശ്ചയം. ഇവളുടെ ചിന്ത, താൻ എപ്പോൾ ഇങ്ങനെ തന്റെ കാന്തനെ ഈ മോതിരത്തിൽ ചുംബിച്ചുവോ ഇതേ സമയത്ത് തന്റെ കാന്തൻ തന്നെ ഹൃദയം കൊണ്ട് ഓർത്തിരിക്കാം. ആ സമയത്ത് ആണ് താൻ ഈ ചുംബിച്ചത്. അതിനാ പറഞ്ഞത്, എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിൽ വെച്ചു കൊള്ളണമേ എന്ന് സോങ് ഓഫ് സോളമൻ. അപ്പോ ഇങ്ങനെ ആ പ്രായത്തിലാണ് മറിയ. എന്നാണ് വിവാഹം നടക്കുന്നതെന്ന് അറിയില്ല. ആ ഘട്ടത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. ദൂതന്റെ വാക്ക് ഒരു പുരുഷൻ എന്നാ വചനത്തിൽ ഇരിക്കുന്നത്. ഒരുത്തണം ബൈബിളിൽ എപ്പോഴും ദൂതൻ വന്നിട്ടുള്ളത് ഒരു പുരുഷനായിട്ടാണ്. ഒരു പുരുഷൻ. ബൈബിളെല്ലാം ദൂതന്മാർക്ക് ഒരു പുരുഷ ഭാവമാണ്. 3 പുരുഷന്മാർ അവിടെ വന്നു. പുരുഷൻ തന്നെ എഴുതിയിരിക്കുന്നത്. ഒരു മനുഷ്യനവിടെ വന്നേ, ഒരു പുരുഷൻ. അപ്പൊ ഈ ഏഞ്ചൽ അത് പുരുഷനാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരത്തില്ല. കാരണം നമ്മുടെ എല്ലാം മനസ്സിൽ ഈ മാലാഖ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം എന്ന് പറയുന്നത് നൈറ്റി ഇട്ട് നിൽക്കുന്ന ഒരു കൊച്ചു പെണ്ണിന്റെ പടമാണ്. അതേ രൂപത്തിലുള്ള ഒരു പെണ്ണിനെയാണ് ഈ പള്ളിയുടെ ചുറ്റുമൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത്. നൈറ്റിയൊക്കെ ഇട്ട് ഒരു കൊച്ചു അല്ലെ ചുരിദാറിന്റെ ടോപ്പ് ഇട്ടൊരു കുഞ്ഞു നിൽക്കുന്നു. ഇതാണ് നമ്മൾ ഈ മാലാഖയായിട്ട് കണ്ടേക്കുന്നത്. പക്ഷെ ഏഞ്ചലോസ് എന്ന് പറയുന്നത് തന്നെ മാസ്കുലിൻ ജെൻഡറാണ്. അപ്പൊ ഒരു പുരുഷൻ വന്നു എന്നുള്ള അതിനർത്ഥമുള്ളൂ. അദ്ദേഹം വന്നു കരം കുപ്പി. എന്നിട്ട് പറയാണ്, കരം കുപ്പി എന്നുള്ളത് ഞാൻ ഭാരതീയമായ ശൈലി പറഞ്ഞു പോയതാണ്. അഭിവാദ്യം ചെയ്തു. എന്നിട്ട് പറഞ്ഞ എന്താണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. സാധാരണ ഒരു പെണ്ണിതിനോട് പ്രതികരിക്കേണ്ട രീതിയുണ്ട്. ഒരു പുരുഷന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ അവൾ മാറിപ്പോകേണ്ടതുണ്ട്. പക്ഷെ ഈ ശബ്ദത്തിലെ മാന്യത അവളെ തിരിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. സാധാരണ ഇതിൽ പുരുഷൻ മിണ്ടിയാൽ അവൾ ഓടി അങ്ങ് പോകും. കാരണം ഒരു പുരുഷന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ കണ്ടുപോയി കഴിഞ്ഞാൽ അത് മോശമാണ്. അത്രം യഥാസ്ഥിതികരായ മനുഷ്യരാണ് അവിടെ ഉള്ളത്. കൺസർവേറ്റീവായ ഒരു ബോധം അവർ ഭരിക്കുന്നത്. അവിടെയാണ് ഈ പെൺകുട്ടി കേൾക്കുന്നത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം.
ഇത് കേട്ട മാത്രമേ ഇവളിങ്ങനെ ശ്രദ്ധിച്ചു, ഇതെന്ത് വന്ദനമാണ്, എന്താണ് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, പറയൂ സാർ. ഉടനെ പറയാണ്, കർത്താവ് നിന്റെ കൂടെ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പൊ അത്യുന്നതന്റെ ശക്തിയുടെ നിഴൽ, ഒരു പുരുഷപ്രജ ജനിക്കും. 3 കാര്യങ്ങൾ കാണാം. വാസ്തവത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമന്വയിക്കുന്ന ഒരു രംഗമാണ് ഈ വാക്കുകൾ. എന്തൊക്കെയാ പറയുന്നത്? അത്യുന്നതൻ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ഒരു പുരുഷപ്രജ ജനിക്കും. അത്യുന്നതൻ, പരിശുദ്ധാത്മാവ്, ഒരു പുരുഷപ്രജ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ സംഭാഷണം നടക്കുന്നത് ഹോളി ട്രിനിറ്റിയെ പറ്റിയാണ് ഈ പറയുന്നത്. ഹോളി ട്രിനിറ്റി പുത്രൻ കൂടി അക്ഷരാർത്ഥത്തിൽ ജഡമെടുക്കുമ്പോൾ ഹോളി ട്രിനിറ്റിയുടെ വെളിപ്പെടൽ പൂർണ്ണമാകുകയാണ്. അതുപോലെ ട്രിനിറ്റി ഒരു മർമ്മമാണ്. പുത്രൻ ജനിക്കുമ്പോഴാണ് നമുക്ക് വെളിപ്പെടുന്നത്. ട്രിനിറ്റി പണ്ടേണ്ട്. ട്രിനിറ്റി വെളിപ്പെടണമെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്, ഈ ട്രിനിറ്റി എന്താ ഓൾഡ് ടെസ്റ്റമെന്റ് ഇല്ലാത്തത്? ഓൾഡ് ടെസ്റ്റമെന്റിൽ ഉണ്ടെന്നേ, അത് മിസ്റ്ററിയാണ്. മിസ്റ്ററി റിവീൽ ചെയ്യുന്നത് എപ്പോഴാണ്? പുത്രൻ ജഡം എടുത്ത് വരുമ്പോഴാണ്. പിതാവിനെ പുത്രനെ, പുത്രൻ പിതാവിനെ പറ്റി പഠിപ്പിച്ചു. ഓൾറെഡി നമുക്ക് പിതാവിനെ പറ്റി അറിയാം. പുത്രൻ ആരാണെന്നും വെളിപ്പെടുത്തി. എന്നിട്ട് ഇവരെ തമ്മിൽ, പുത്രനെയും പിതാവിനെയും തമ്മിൽ സമന്വയിപ്പിക്കുന്ന ഒരു ഘടകമായി പരിശുദ്ധാത്മാവ് വരുന്നു. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പൊ ഈ വലിയ ടോപ്പ് സീക്രട്ട്, ദൈവിക മർമ്മത്തിന്റെ ആ രഹസ്യം, ആ വലിയ ചിന്ത പങ്കിട്ടത് ഒരു സ്ത്രീയോട്. ആലോചിച്ച് നോക്കി, ഒരു പെണ്ണിന്റെ അടുത്ത്, ഒരു പാവം പെൺകുട്ടിയോട് ഇത്രയും വലിയ ചിന്ത പറയാ. നമ്മളൊക്കെയാണ് ചിലത് പറയില്ലേ, സ്ത്രീകൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ലെന്ന് പറയും. നമുക്ക് തോന്നുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാവും. ഈ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ മീതെ അത്യുന്നതൻ നിഴലിടും. ഇവൾ അത്ഭുതപ്പെട്ടു. ഇതേ പ്രയോഗം 90 സങ്കീർത്തനമുണ്ട്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവ. 3 പേരുകൾ, അത്യുന്നതൻ, സർവശക്തൻ, യഹോവ. ഇതുപോലെ പറയാണ്, അത്യുന്നതൻ നിന്റെ മേൽ വരും, സർവശക്തൻ നിന്റെ മേൽ വരും, ഒരു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ നിഴലിടും, നീ ഒരു പുരുഷപ്രജയെ ഗർഭം ധരിച്ച് പ്രസവിക്കും. 3 കാര്യങ്ങൾ കൃത്യം പറഞ്ഞു. ഇവൾ അത്ഭുതപ്പെട്ടിട്ടൊരു മറുപടി, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ? അപ്പൊ ഈ പെൺകുട്ടിക്ക് നല്ല അറിവുണ്ട്. അവളുടെ അമ്മ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാരുടെ മുമ്പിൽ സൂക്ഷിക്കേണ്ട അവളുടെ വിശുദ്ധിയെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗർഭധാരണത്തെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പഠിപ്പിച്ചാണ് ഒരു അമ്മ വിടേണ്ടത്. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൾക്കൊരു അനുജത്തിയുണ്ട്. മറിയുടെ അനുജത്തിയെ നമുക്കറിയാം. അതാരാണ്? ശലോമിയാണ്. ആ ശലോമിയുടെ മകനാണ് യോഹന്നാൻ എന്നൊക്കെ നമുക്കറിയാം. യോഹന്നാനും പിന്നെ ആരാണ്? യാക്കോബാണ്. യോഹന്നാനും യാക്കോബ്, മറ്റേ യാക്കോബ്. അപ്പോൾ ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബൈബിളിലുണ്ട്. അപ്പൊ അവരുടെ അപ്പന്റെ പേര് സബദി, മറ്റേ ഇത് യോസെഫ്. അപ്പോൾ ജ്യേഷ്ഠത്തി അനിയത്തി മക്കളാ യേശു യോഹന്നാനും ഒക്കെ. അത് മറ്റൊരു വസ്തുത, അവിടെ കിടക്കട്ടെ. അപ്പൊ എനിവേ, നമ്മൾ പഠിക്കേണ്ട പാഠം ഈ സഹോദരിയോട് പറയുക, നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അവൾ തിരിച്ചു വയ്ക്കുന്നത്, ഞാൻ പുരുഷനെ അറിയായികയാൽ അത് എങ്ങനെയാ? ആ മറുപടി ഈ ദൂതനെ ചിന്തിപ്പിച്ച ഒരു മറുപടി. ദൂതനെ ചിന്തിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദൂതന് ഇതറിയാം സംഭവമൊക്കെ. അപ്പോൾ വ്യക്തത പറഞ്ഞു കൊടുക്കുക. ഇത്ര ഉള്ളു കൊടുക്കുന്ന വ്യക്തത. അപ്പൊ ഈ ദൂതനെ സംബന്ധിച്ചിടത്തോളം ദൈവം കൊടുക്കുന്ന മെസ്സേജ് പറയാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണ്. അത് കൊടുക്കുക. അടുത്ത എക്സ്പ്ലനേഷൻ ദൂതൻ പറയുന്നത് ഒരു തരം അറിവില്ലായ്മയുടെ ഉത്തരം പറയുന്ന പോലെ, പക്ഷെ ഭയങ്കര അറിവുമാണ്. എന്ന് വെച്ചാൽ ദൈവത്തെ കൊണ്ട് ഒരു കാര്യവും അസാധ്യമില്ല. നമ്മൾ ലാസ്റ്റ് പറയുന്ന, അറിയാതെ വരുമ്പോൾ പറയുന്ന മഹത്തായ ഒരു ആൻസറാണ്. അപ്പൊ ദൂതനെയും മഹാരഹസ്യം ഒരു സ്ത്രീയോട് പങ്കിട്ടിട്ട് പറയാണ്, ഇതെങ്ങനെ എനിക്ക് സാധിക്കും? ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? അതൊരു സാധാരണ ചോദ്യമാണ്. കാരണം അവൾ മനസ്സിലാക്കിയ ജീവശാസ്ത്രപരമായൊരു ധർമ്മമുണ്ട്. അതൊരു ഫാമിലി ലൈഫിലൂടെ, ഭാര്യഭർത്തൃ സമാഗമത്തിലൂടെ കുട്ടി ജനിക്കുമെന്നാണ് അവളുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ സൂക്ഷിക്കേണ്ട, പരപുരുഷ ബന്ധങ്ങളിലൊന്നും പെടാതെ സൂക്ഷിക്കേണ്ട, വിശുദ്ധ ജീവിതത്തെ പറ്റിയൊക്കെ കേട്ട് പഠിച്ച ആ മാന്യ വനിത, മാന്യ പെൺകുട്ടി, വനിതയെന്ന് വിളിക്കാൻ പറ്റില്ല, അത്ര ആയില്ല അവള്. അപ്പോൾ ഒരു കന്യകയാണ് അവള്. അപ്പൊ അവൾ ഇതെല്ലാം കേട്ടിട്ട് ചോദിക്കുക, അതെന്താണ് ആ പ്രോസസ്? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആത്മാവന്റെ മീതെ വരുന്നത് ആ സമയത്ത് എന്താണ് അനുഭവിക്കുന്നത്? അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി കേൾക്കുക. ഈ നിത്യതയില് നമുക്ക് കുടുംബബന്ധമില്ല. അത് ദൈവം അനുവദിച്ചിട്ടില്ലാത്തതിന്റെ കാരണം നിത്യതയിൽ സ്ത്രീയും പുരുഷനും ഇല്ല. മാത്രമല്ല, കുടുംബബന്ധം മോശപ്പെട്ടൊരു കാര്യമായിട്ട് പഠിപ്പിക്കുന്ന കൃതിയല്ല ബൈബിൾ എന്ന് മനസ്സിലാക്കാം. ക്രിസ്ത്യാനിറ്റിക്ക് അങ്ങനെ പഠിപ്പിക്കലേ ഇല്ല.
അത് പവിത്രമാണെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ്. അത് ഔട്ട്സൈഡ് ദ മാരേജ് സിന്നും ഇൻസൈഡ് ദ മാരേജ് ഹോളിയാണ് ഈ കുടുംബ ബന്ധം എന്ന് പറയുന്നത്. ദാമ്പത്യ ജീവിതം സന്തോഷ നിർഭരമാണ്, അത് ബ്ലെസ്സിങ് ആണ്. പക്ഷെ മനുഷ്യൻ അതേപ്പറ്റി ധരിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരുപക്ഷെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ഇതാണെന്ന് മനുഷ്യൻ ചിലരെങ്കിലും ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലോകത്ത് ഇതൊന്നും ഇല്ലേ എന്നൊരു ചിന്ത. ചില മതങ്ങള് ഈ സ്വർഗത്തിലെ ജീവിതത്തിലും ഇങ്ങനെ സെക്സും മദ്യവും ഒക്കെ കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ അതൊക്കെ ലൈവിൽ പറയാറുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ട്, സ്വർഗത്തിൽ ചെന്നാലും ഇത്. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് പറയാറുണ്ട്, നിങ്ങളുടെ സ്വർഗത്തിൽ ഇതൊക്കെയാ കിട്ടുന്നെങ്കിൽ ഇതിൽ നല്ല സാധനം കോട്ടയത്ത് കിട്ടത്തില്ലേ, ഈ മദ്യമൊക്കെ കിട്ടത്തില്ലേ? സ്വർഗത്തിൽ ഇതൊക്കെ കിട്ടുന്നില്ല, ഇവിടെ കിട്ടുമല്ലോ. ഇവിടെ ഇത് വർജിച്ചാൽ അവിടെ ഇത് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ എന്റെ അരികിൽ ഒരു ഇത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, അപ്പൊ അവരുടെ മതവീക്ഷണം, ആ വിശ്വാസ വീക്ഷണം അനുസരിച്ച് ഒരു പുരുഷൻ 72 സ്ത്രീകളെയാണ് സ്വർഗത്തിൽ വെച്ചിരിക്കുന്നത്. 72 സ്ത്രീകളെ. അവരുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ 90 മീറ്റർ ആണ് പൊക്കമെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സ്ത്രീയെ ചിരിക്കുന്ന കാണാൻ ഞാൻ ടാക്സി പിടിച്ചു പോകണ്ടേ? 90 മീറ്റർ വലിപ്പമുള്ള സ്ത്രീക്ക് ചുറ്റും ഞാൻ ഈ വണ്ടി ഓടിച്ചു പോയെങ്കിൽ ഇവർ എത്രയും വലിപ്പം കൊണ്ട് ആരാ എന്നാന്നൊക്കെ അറിയാനും പറ്റുന്നത്. അയാൾ 72 പേരാ. സത്യം നമ്മളൊന്ന് ആലോചിച്ച്, ഒരു കല്യാണം കഴിച്ചിട്ട് നമുക്ക് ഈ പ്രാരാബ്ദം ഒഴിയുന്നില്ല. അപ്പൊ 72 സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു എന്റെ കോട്ട കൂടി ബ്രദറൊക്കെ വീതിച്ചെടുത്തോളാൻ പറഞ്ഞു. സ്വർഗത്തിലേറെ എനിക്ക് കുറെ കോട്ട ഉണ്ടല്ലോ, മദ്യത്തിന്റെ ഈ ഹൂറിമാരുടെയൊക്കെ കുറെ കോട്ട ഉണ്ടല്ലോ, ബ്രദർ എടുത്തു, അടി വെക്കേണ്ട കാര്യമില്ല, ഞാൻ സന്തോഷത്തോടെ തന്നിരിക്കുകയാണ്, എടുത്തോളാൻ പറഞ്ഞു. പറഞ്ഞു വന്നത്, ഇത് ഇത്ര ഒരു ജീവിതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാര്യം കേട്ടോ പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു ചോദ്യം കൂടെ ഇവിടെ ഉരുത്തിരിയുന്നു. ആ ചോദ്യം ഒന്ന് കേട്ടോ. ഈ നമ്മുടെ കർത്താവിന് ഒരു പരീക്ഷണം റിലേറ്റഡ് ടു സെക്സ്, ലൈംഗികതയുമായി ബന്ധപ്പെട്ടൊരു പരീക്ഷണം യേശുവിനും ഉണ്ടാകും. ഞാൻ ഇല്ലെന്ന് തന്നെ പഠിപ്പിക്കുന്നതാണ്. അതിന് കാരണമുണ്ട്. ഒരു പരീക്ഷണം ഉണ്ടാകത്തില്ല, ടെസ്റ്റാണ് യേശുവിന് വരുന്നത്. ടെംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല യേശുവിനെ. അതിന്റെ കാരണം, ഒരു കൊച്ചു കുട്ടിയുടെ മുമ്പിൽ മിഠായികൾ നിരത്തി വെച്ചൊരു ഇത് കണ്ടാൽ അവൻ ടെംപ്റ്റ് ചെയ്യപ്പെടും, നമുക്ക് ടെംപ്റ്റേഷൻ ഇല്ല. അതിന്റെ കാരണം, നമ്മുടെ ആ പ്രായം കഴിഞ്ഞു, നമുക്കിതൊന്നും ആവശ്യമില്ല. ഓരോരുത്തരെ പരീക്ഷിക്കുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിന്റെ മീതെ നിലവാരത്തിലെത്തിയവരെ ഇത് പരീക്ഷിച്ചിട്ട് കാര്യമില്ല. അതാണ് കാര്യമില്ല. സ്വർഗീയ മഹിമ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്നവനെ ഒന്ന് കാണിച്ചും പരീക്ഷിക്കാൻ ഒക്കത്തില്ലെന്ന്. ഇത് ആരാണ് നിൽക്കുന്നത്? സുഖങ്ങളുടെ സംതൃപ്തിയുടെ മഹാലോകത്ത് നിന്ന് താണലോകത്തിലേക്ക് വന്നു നിൽക്കുന്നവനെ ഇത് എന്ത് കാണിച്ച് ടെംപ്റ്റേഷൻ നടത്തും? എന്ത് ടെംപ്റ്റേഷൻ നോക്കണം. BMW സ്വന്തമുള്ള ഒരുത്തനെ, ഇവിടത്തെയൊക്കെ വലിയ കാറാണ് ഇത്, സ്വന്തമുള്ള ഒരുത്തനെ ടാക്സിക്കാർ കാണിച്ചിട്ട് ടെംപ്റ്റേഷൻ വരുത്തിയിട്ട് കാര്യമുണ്ടോ? പഴയ അംബാസഡർ കാണിച്ച് അവന് ടെംപ്റ്റേഷൻ വരത്തില്ല, കാരണം അവനത് ഒത്തിരി കണ്ടു. പിന്നെ ഇന്ന് അത് എടുത്തുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് റോഡിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അംബാസഡർ കണ്ടാൽ അവന് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. ലോകസുഖങ്ങളെല്ലാം അത്രേ ഉള്ളൂ, സ്വർഗീയ മഹിമ വിട്ടുവന്നാണ്. അപ്പൊ നമ്മുടെ ചിന്തയാണ് വീട്, കുടുംബം, ഭാര്യ, ഇതുവരോടൊക്കെ ഒത്തുള്ള ജീവിതമാണ് ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷെ നിത്യത അങ്ങനല്ല. ക്രിസ്തുവിനോടൊത്തുള്ള ജീവിതം അതിലും ശ്രേഷ്ഠമായതുകൊണ്ട് നമുക്ക് ഭൂമിയിൽ കിട്ടിയ സകല സുഖങ്ങളെയും വെല്ലുന്ന ആനന്ദ നിർഭരമായൊരു ലോകമാണ് ഭക്തന്റെ നിത്യത. അപ്പോൾ ആ നിത്യതയുടെ ഒരളവാണ് ഇപ്പൊ മറിയയ്ക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് അറിയണ്ടേ? പുരുഷ സമാഗമമില്ലാതെ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുമ്പോൾ ഒരു കാര്യം അവളെ പഠിപ്പിക്കുകയാണ്, പുരുഷന്റെ സമാഗമം കൂടാതെ അല്ലാതെ നീ ഒരു പുത്രന് ജന്മം കൊടുക്കുമ്പോൾ ഓർത്തു നോക്കുക, അതിന് കിട്ടുന്ന ഒരു ചാരിതാർത്ഥ്യം എന്നോർത്തോളം. അപ്പൊ ആ ചാരിതാർത്ഥ്യത്തിന്റെ, ആ സാറ്റിസ്ഫാക്ഷന്റെ ഒരു മറുവശം പറയാം. ആ മറുവശമാണ് പലപ്പോഴും നമ്മുടെ ആൾക്ക് അറിയാത്തത്. ഞാനും നിങ്ങളും എല്ലാം പ്രാർത്ഥിക്കും, കർത്താവേ കൃപ പകരണമേ, എന്റെ മീതെ നിന്റെ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കാത്ത ആരുമില്ല. എനിക്ക് നിന്റെ ശക്തി ആവശ്യമുണ്ട് എന്ന് പ്രാർത്ഥിക്കാത്ത ആരുമില്ല. പക്ഷെ ഞാൻ നിഷ്കളങ്കമായൊരു ചോദ്യം ചോദിക്കുകയാണ്. മറിയോട് ചോദിച്ച ഈ ചോദ്യം ദൈവം ഇന്ന് ചോദിച്ചത് എന്റെ മകളോടെങ്കിൽ, എന്റെ ഭാര്യയോടെങ്കിൽ, അല്ലെങ്കിൽ അവൾ വിവാഹം കഴിക്കുമ്പോൾ അവളോടെങ്കിൽ, എന്റെ പെങ്ങളോടെങ്കിൽ, അവളുടെ മറുപടി എന്തായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറയൂ, നിങ്ങൾ എന്താ ആഗ്രഹിക്കും? ഞാൻ പറയും, അതൊന്നും വേണ്ട, അത് അത്രയും വലിയ കൃപയൊന്നും വേണ്ട, കാരണം എനിക്കിതിലെ ഇറങ്ങി നടക്കണം. നീ കൃപയാന്നും പറഞ്ഞ് ഒരു പുത്രനെ ഗർഭം ധരിച്ച് കൊണ്ടു നടന്നാൽ അത് എനിക്കുണ്ടാക്കുന്ന ഒരു അവമതിപ്പുണ്ട്. ഞാനിത് ആരോടും പറഞ്ഞ് മനസ്സിലാകില്ല. അവൻ ജീവശാസ്ത്രം പഠിച്ചവനായി ലോകത്തുള്ളത്, അവൻ ഈ സ്പിരിച്വാലിറ്റിയെ പറ്റി അറിയില്ല. എനിക്കിത് ആവശ്യമില്ല, വേറെ ആർക്കെങ്കിലും തള്ളിക്കളഞ്ഞാൽ മതി. പക്ഷേ മറിയ തള്ളുന്നില്ല, ആ വാക്കിനെ തള്ളുന്നില്ല. മറിയ തയ്യാറില്ലെങ്കിൽ മറ്റൊരാളിലേക്കാണ് ആ ദൈവകൃപ പോകുന്നത്. ദൈവം ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കുക. അപ്പൊ അവിടെ മറിയ പറയുകയാണ്, കർത്താവേ എനിക്കതിൽ താല്പര്യമില്ല. ആ ചോയ്സ് ദൈവം കൊടുത്തിട്ടുണ്ടെന്ന്. നമുക്കെല്ലാം ചോയ്സ് ദൈവം തന്നു, മനസ്സുണ്ടേ മതി. അപ്പൊ കറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കും, പക്ഷെ നമുക്കൊരു ചോയ്സ് ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്നും ദൈവം പിടിച്ചേൽപ്പിക്കുകയല്ല. ഇഷ്ടമില്ലെങ്കിൽ യേശുവിനെ വളർത്താൻ പറ്റും, ഭയങ്കര പാടാത്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട്
എനിക്ക് വേണ്ട, അത്രേ ഉള്ളൂ. ഈ പെണ്ണെന്താ പറയാത്തെ? ഓർത്തു നോക്കണം. ഒരുത്തൻ ആലോചിച്ചു വെച്ചിരിക്കുന്ന പെണ്ണാണ്. ഭർത്താവ് എന്ത് ചിന്തിക്കുമെന്ന് പറയാതെ, അപ്പനമ്മമാരെന്ത് ചിന്തിക്കുമെന്ന് പറയാതെ, അവൾ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അങ്ങ് പറഞ്ഞ പോലെ എനിക്ക് ഭവിക്കട്ടെ. അത്രയും ചോദിച്ച പെണ്ണിന് ഇത് വേണേ പറയാം, ഇത് ഞാൻ പുരുഷനെ അറിയാം, ഇത് എങ്ങനെയാണ്. അങ്ങനെ ചോദിക്കാൻ അറിവുള്ള പെണ്ണിനറിയാം ഇത് അപകടം പിടിച്ചൊരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. അപകടം, ഒരു സ്ത്രീക്ക് ഭവിക്കാവുന്ന ഏറ്റവും വലിയൊരു അപകടത്തിലേക്കാണ് തന്റെ പോക്ക് സമൂഹത്തിൽ നിന്ന്. അതാട്ടോ, അല്ലാതെ യേശുവിനെ ഗർഭം ധരിക്കുക വഴി അപകടമൊന്നുമില്ല. ഒരു സ്ത്രീക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നാണക്കേടിലേക്കാണ് ഞാൻ പോകുന്നത്. ആ അറിഞ്ഞുകൊണ്ട് ഒറ്റക്കൊരു പെണ്ണ് എടുത്തൊരു ധൈര്യമാണ്. ആ സമർപ്പണത്തിലൂടെയാണ് ഞാൻ എൻ്റെ രക്ഷയുടെ വലിപ്പം തിരിച്ചറിയുന്നത്. രക്ഷയുടെ വലിപ്പം, അതിന്റെ ഹൗ ഗ്രേറ്റ് സാൽവേഷൻ വി ഹാവ്, എത്ര വലിയ രക്ഷ ആ പെൺകുട്ടിക്ക് പിടികിട്ടി. അത് അത്യുന്നതന്റെ നിഴൽ വന്നപ്പോ, സർവശക്തന്റെ സാന്നിധ്യം വന്നപ്പോ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നപ്പോൾ അവൾക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റി. ഞാൻ അനുഭവിക്കുന്ന അനിർവചനീയമായ ഒരു സുഖമുണ്ട്. ഒരു പുരുഷ സാന്നിധ്യം ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ഏതെങ്കിലും തരത്തിലെ സന്തോഷങ്ങളെക്കാൾ ഞാനിതാ പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ, ദൈവ സാന്നിധ്യത്തിൽ, അതിനുമൊക്കെ അപ്പുറത്തപ്പുറത്ത്, യോസേഫിന്റെ ഭാര്യയായിരിക്കുന്നതിനപ്പുറത്ത് ഞാൻ ദൈവപുത്രരെ ഉള്ളിൽ സ്വീകരിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിന് സ്വയം സംജാതമാകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സംതൃപ്തിയുടെ ആ പാരാമീറ്റർ അത് വിശദീകരിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. അവൾ സമർപ്പണം ചെയ്തു. ഭ്രൂണമുള്ളിൽ ഈ ഭ്രൂണമുള്ളിൽ ഇരുത്തിരിക്കുന്ന തൃപ്തി അവൾ അന്നു മുതൽ ആസ്വദിച്ചറിയുകയാണ്. ആ കുഞ്ഞിന്റെ ചലനം അവൾ ആസ്വദിച്ചറിയുകയാണ്. ഇത് അവൾ ആരായിട്ടായിരിക്കും ആദ്യം പങ്കിടുന്നത്? അമ്മയോടാണ്. അമ്മയോട് പങ്കിട്ടു. ഈ അമ്മ അനുഭവിച്ചൊരു വ്യഥ ഓർത്ത് അപ്പനെ എങ്ങനെ അറിയിക്കും? ഇതൊരു പുരുഷനെ ഞാൻ ചെന്ന് നീ എന്താ കുഞ്ഞായി പറയുന്നേ? ഇതെന്താ ഞാൻ നിന്റെ ബ്രദറിനോട് പറയും? നിന്റെ താഴെ ഒരു പെണ്ണ് വളർന്നു വരികയാണ്, അവളെ വിവാഹം കഴിപ്പിച്ചയക്കണ്ടേ? നാട്ടിൽ എങ്ങനെ ഇറങ്ങി നടക്കും? നീ എന്തായി പറയുന്നേ? അമ്മ ഒരു വാക്കെങ്കിലും പറഞ്ഞു കാണുമോ? അല്ലെങ്കിൽ അമ്മ 100% സമ്മതിച്ചു കാണും? ഈ പെൺകുട്ടി ചോദിച്ചല്ലോ ഞാൻ പുരുഷനെ അറിയായികയാൽ, ഇനി ഈ പെണ്ണ് പറയുന്ന കേട്ടു വേണം അപ്പനമാർ വിശ്വസിക്കാൻ. ഇനി അവരെയും വിടാം. അവരെല്ലാം അംഗീകരിച്ചു. അയൽവക്കത്തെ മനുഷ്യൻ എന്ത് പറഞ്ഞാണ്, അമ്മാച്ചൻ എന്ത് പറഞ്ഞാണ്, റിലേറ്റീവ്സ് എന്ത് പറഞ്ഞാണ്? ഇന്നലെ വരെ കൂട്ടുകൂടി നടന്ന പെൺകുട്ടികളോട് മാതാപിതാക്കൾ പറയും കൂടരുതേ, ഭാവി പോക്ക, അവൾ ചെയ്തു ചതിയ, ഒരു പുരുഷനെ ചതിച്ചിരിക്കുന്നു. ആക്ഷേപങ്ങളുടെ ഒരു വലിയ കോലാഹലത്തിന്റെ നടുവിലൂടെ ഒറ്റയ്ക്കൊരു സ്ത്രീ പോകുമ്പോൾ അവളുടെ ധൈര്യത്തെ, അവളുടെ ചങ്കുറപ്പിനെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മറി ഇതെല്ലാം ഓർത്ത് കരഞ്ഞാ നടക്കുന്നതെന്ന്? അവൾക്കൊരു കാര്യം അറിയാം, എന്റെ ഉള്ളിൽ കിടക്കുന്നത് ഒരു തെറ്റിന്റെ ഉൽപ്പന്നമല്ലെന്ന് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ശരി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്നരളിയ സത്യത്തെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. ഞാൻ സത്യത്തെ ഗർഭം ധരിച്ചു കൊണ്ട് നടക്കുകയാണ്. ലോകത്താര് ചെറുത്താലും ആരെന്ത് പറഞ്ഞാലും ഒന്നുമില്ല എന്ന് ചിന്തിക്കാൻ ദൈവം ഒരു സ്ത്രീയെ കരങ്ങളിലെടുത്തപ്പോൾ നമുക്കിങ്ങനെ ഒരു അമ്മ സഭയുടെ ചരിത്രത്തിലുള്ളത് അത്ര അഭിമാനകരമാണ്. ഇങ്ങനെ ഒരു മാതാവ്, നമ്മൾ അത് മറ്റർത്ഥത്തിൽ എടുക്കണ്ട, മറ്റേ ദൈവമാതാവ് എന്നുള്ള അർത്ഥത്തിലല്ല എടുക്കുന്നത്. ദൈവമാതാവ് എന്നുള്ള സങ്കല്പമൊന്നും നമ്മളാരും അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വന്നതിന്റെ ആദ്യ റൗണ്ടിലേ പോയി ഞാൻ ഈ വന്ന കക്ഷികളോട് പറഞ്ഞു, ഇത് എന്റെ ഇപ്പോഴും അതിന്റെ കത്തിരിപ്പുണ്ട്, അവർ കൊണ്ടുവന്ന വാദമൊക്കെ ആയിട്ട് ആ കത്ത് കൊണ്ടു. ഞാൻ ഇപ്പോഴും അതിനൊത്തൊന്ന് നോക്കി. അപ്പോ ഞാൻ അവരോട് പറഞ്ഞു, എന്നോട് ഇവരെല്ലാം പറഞ്ഞുകൊണ്ട് വന്നു, ഈ മറിയ എന്ന് പറയുന്ന സ്ത്രീ ഗർഭം ധരിച്ച് പ്രസവിച്ചത് ഒരു വിശുദ്ധനും നിത്യനും ആദ്യനും അന്ത്യനും ഒക്കെ ആയ സർവശക്തനായ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ട്, അത്രയും ഒരു ദൈവപുത്രനെ വഹിച്ച ഉദരത്തിന് ആ കഴിവില്ലാതിരിക്കാൻ പറ്റുമോ? കാരണം ദൈവപുത്രൻ ആദ്യനും അന്ത്യനും സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും ഒക്കെ ആണെങ്കിൽ ആ ദൈവപുത്രനെ ഗർഭം ധരിച്ച ഉദരത്തിന് കാരണഭൂതയായ മറിയയ്ക്കും അങ്ങനെയാണ് കാരണം. നല്ല ലോജിക്കാണ്. അങ്ങനെ ചോദിച്ചേക്കാൻ നമ്മൾ 2 മിനിറ്റ് കൊണ്ട് പൊട്ടിച്ചു വിട്ടു. അതിന്റെ കാരണം എത്രയേ ഉള്ളൂ. പിന്നെ പുള്ളി മുഖത്ത് പോലും നോക്കാൻ പറ്റാതായി. അതായത് ഇതുപോലൊരു ദൈവപുത്രന് ജന്മം കൊടുത്ത മറിയയ്ക്ക് ആദ്യം ഇതുപോലെ തന്നെ നിത്യകന്യകയായിരിക്കണം, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതേ കഴിവ് മറിയയുടെ അമ്മയ്ക്കും വേണ്ടേ? അങ്ങനെയാണെങ്കിൽ മറിയയുടെ അമ്മയ്ക്കും വേണ്ട ഇതേ കഴിവ്. മറിയെ ഗർഭം ധരിക്കണേ, നിങ്ങൾ ഈ പറഞ്ഞ ക്വാളിറ്റി ഒക്കെ വേണമല്ലോ. ഇന്നും നിത്യമായിരിക്കുന്ന ആദ്യം എന്തോ ഇല്ലാത്ത അപ്പൊ മറിയയുടെ അമ്മയ്ക്കും വേണം. തീർന്നില്ല, ആ അമ്മയുടെ അമ്മയ്ക്കും വേണം. ആ അമ്മയുടെ അമ്മയ്ക്കും വേണം. ആദമ്യ കുലത്തിൽ പെടത്തില്ല. അത് വേറൊരു പരമ്പര തന്നെ സൃഷ്ടിക്കുക. എത്ര അമ്മച്ചിമാര് കാണുമെന്ന് പറഞ്ഞു. പിന്നെ മിണ്ടിയിട്ടില്ല.
ഇങ്ങനെയുള്ള കക്ഷികൾക്കൊക്കെ ആദ്യ റൗണ്ടിലേ ഡോസ് കൊടുത്ത് വിട്ടാൽ മതി, പിന്നെ പറ്റില്ല. വേറൊരു ചോദ്യം കൂടെ വന്നു. ഈ മറിയം ദൈവമാതാവാണെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന തരത്തിലാണെങ്കിൽ, ഈ മറിയം ദൈവമാതാവാണെങ്കിൽ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്ത്യാനിക്ക് ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതാണല്ലോ ദൈവം. അപ്പൊ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂടെ അമ്മയാണോ മറിയം? ഉത്തരമില്ല. ഉത്തരയില്ലെന്ന് അവിടെയും പൊളിഞ്ഞു പോയി. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിൽ ഇരുന്നോട്ടെ, അത്യാവശ്യം വന്നാൽ ഒന്ന് പറയാം. ഇതിനൊക്കെ അർത്ഥം ചില പറയും നമ്മൾ മറിയെ ആക്ഷേപിക്കുന്ന ഒരാൾ. നമുക്ക് മറിയെ, കർത്താവിന്റെ ദാസിയായ മറിയെ ആക്ഷേപിക്കാൻ പറ്റുമോ? മറിയെ ആക്ഷേപിക്കുന്നവൻ പെന്തക്കോസ്തുകാരനല്ല, ദൈവമകനല്ല. മറിയെ ആക്ഷേപിക്കാൻ നമുക്കാവില്ലെന്ന് മാത്രമല്ല, ആദരിക്കാൻ തിരുവെഴുത്തി പറഞ്ഞിട്ടുമുണ്ട്. ആദരിക്കണം, പക്ഷെ ആരാധിക്കില്ല. അത് വേറെ കാര്യം. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രം. ഒരു ശ്രേഷ്ഠനെയും ആരാധിക്കില്ല, ആരാധനാ രൂപത്തിൽ വണങ്ങത്തുമില്ല. ആരാധനയ്ക്ക് യോഗ്യൻ യേശു കർത്താവ് മാത്രം. പ്രൈസ് ദി ലോർഡ്. മറിയെ കണ്ടാൽ നമ്മൾ ആദരിക്കും. ഈ പറഞ്ഞ കാരണങ്ങളുള്ള മറിയെ കണ്ടാൽ സ്വർഗത്തിൽ ചെന്നാലും ആദരവ് തോന്നത്തില്ലേ? നമ്മളെ കണ്ടാൽ മറിയും കരം കൂപ്പുമെന്ന് എൻ്റെ വിചാരം. അങ്ങനെയാ. നമ്മളൊരു ശരീരത്തിന്റെ ഭാഗമാണ്. നമ്മളുടെ സഹോദരിയോ അമ്മയോ ഒക്കെയാണ്. പ്രായമാണെങ്കിൽ അമ്മയെന്നും, ഇളയ ആളാണെ സഹോദരി എന്നൊക്കെ വിളിക്കാമല്ലോ. ഈക്വൽ ആണെങ്കിലും അങ്ങനെ വിളിക്കാമല്ലോ. നമ്മുടെ ഈക്വൽ അല്ല, പ്രായമുള്ള മറിയെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ ഈ മറിയുടെ ആത്മസമർപ്പണം നമ്മൾ ചെറുതായി കാണാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇവിടെ കൃപ ലഭിച്ച ഒരു സ്ത്രീ അനുഭവിച്ച കൃപ എന്ന പദത്തിന്റെ ഒരു മറുവശമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കൃപ അനുഭവിക്കുന്ന നിങ്ങളെ, കൃപ അനുഭവിക്കുന്ന ഘട്ടത്തിൽ ലോകം ഒറ്റപ്പെടുത്തും, സമൂഹം ഒറ്റപ്പെടുത്തും. ആ വീട്ടിലെ അപ്പന്റെ വില എന്താ നിങ്ങളൊന്ന് ആലോചിച്ചേ. ആ വീട്ടിലെ മകന്റെയും ഒരു ബ്രദർ മറിയിക്കുണ്ടെങ്കിൽ ആ ബ്രദറിന്റെയും ആ കുടുംബാംഗങ്ങൾ സമൂഹത്തിൽ എങ്ങനെയാണ് അപഹസിക്കപ്പെടുന്നത്? അവരിറങ്ങി പോകുമ്പോഴൊക്കെ നാട്ടുകാരെന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ആ വീട്ടിലെ പയ്യനെ ഞാൻ പിന്നെ ഓർക്കുന്നത്. അവളൊരു ബ്രദറുണ്ട്. അപ്പൻ മനസ്സിൽ ആ ദുഃഖങ്ങൾ കൊണ്ടുനടക്കുമ്പോൾ ഈ പയ്യൻ അനുഭവിക്കുന്ന ഒരു വേദനയുടെ ആഴം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ദേ പോന്നു, അവന്റെ പെങ്ങളാ പോകുന്നത്, അവളുടെ ആങ്ങളെയാ പോകുന്നത്, ഇവനെ കാണാന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇവനെ പോലല്ലാതെ ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ? പൊട്ടത്തരം ഇങ്ങനെ പറയുന്ന 100 നാവുകൾക്ക് നടുവിലൂടെ ആളുകൾ പരിഹസിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും ഈ പെണ്ണൊരിക്കലും കരയുന്നില്ല, ദുഃഖിക്കുന്നില്ല. കാരണം അവൾക്കൊരു റിയാലിറ്റി അറിയാം, മറ്റാരേക്കാളും. ഒരു റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം തൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താണ്, ആരാണ്, ഓരോ നിമിഷം അവൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്കറിയാം ഒരു അശുദ്ധിയും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല. ആ ഹൃദയവും ശരീരവും പരിശുദ്ധമാണ്. പിന്നെ ഇപ്പോൾ അവൾ യോസേഫിനെ കുറിച്ച് പോലും ഉപേക്ഷിക്കപ്പെട്ടു പോയാൽ പോലും ഭാരമില്ലാത്തവളായി. അത്ര തൃപ്തിയാണ് അവളുടെ ജീവിതം എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് വീട് വിട്ട് യേശുവിനെ സ്വീകരിച്ച നൂറുകണക്കിന് ആളുകളുള്ള മാർഗമാണ് നമ്മുടെ. ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകൾ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും അപ്പനും അമ്മയും വേണ്ടപ്പെട്ടവരും കൈവിടുമ്പോഴും അവർക്ക് കൊടുക്കുന്ന സന്തോഷത്തിന്റെ കാരണം അവരനുഭവിക്കുന്ന സുഖകരമായൊരു തൃപ്തിയുണ്ട്. ആ സംതൃപ്തിയുടെ കൊടുമുടിയിലാണ് മറിയ ഇപ്പോൾ. അപ്പൊ മറിയ എന്ന ആ സഹോദരി അനുഭവിച്ച, അന്ന് മുതൽ അനുഭവിച്ച് എവിടെ വരെ പോയെന്നറിയ അനുഭവം. പുസ്തകം കൊണ്ടൊന്നും തീർന്നില്ലെന്നേ. ക്രൂശിന്റെ ചൂട് വരെ മറിയ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? ക്രൂശിന്റെ ചൂട്ട് നിൽക്കുന്ന മറിയയുടെ ദുഃഖത്തിന്റെ ആഴം നമുക്കറിയോ? മറിയക്കത് മകൻ തന്നെയാ. ആ രൂപത്തിലാ മറിയ കാണുന്നത്. അതുവരെ അങ്ങനെ കാണാൻ പറ്റും. തന്റെ മകനായി തന്നെയാ കാണുന്നത്. അതിനാ കാണാതെ പോയ 12-ാം വയസ്സിലൊക്കെ ചോദിക്കുന്നത് എവിടായിരുന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്നതും ഒക്കെ അങ്ങനെയാ. മറിയക്ക് മകൻ തന്നെയാണ്. യോസേഫിന് മകനായിട്ടാ ഫീൽ ചെയ്യുന്നത്. കാരണം യേശു ഒരു സാധാരണ മനുഷ്യനെ പോലാ ജീവിക്കുന്നത്. യേശുവിന് ചുറ്റും നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു പ്രഭാവലയം ഒന്നും ഇങ്ങനെ ഇല്ല. നമ്മുടെ കൂട്ടൊക്കെ തന്നെ യേശു ഉണ്ടോ? ഇങ്ങനൊരു പ്രഭാവലയം ഉണ്ടെങ്കിൽ അത് മാത്രം പോലെ യേശുവിനെ കണ്ടിട്ട് ആളുകൾ ദൈവപുത്രനാന്ന് പറയുന്നത്. ഈ പ്രഭാവലയം ചുറ്റി മഞ്ഞ ഒരു നിറത്തിൽ വരയ്ക്കല്ലേ, ഒരു ഓറ നമ്മുടെ ചുറ്റും ഇങ്ങനെ വരയ്ക്കുന്ന പോലൊരു സാധനം. അത് കണ്ടിട്ടില്ലേ? ഈ സന്യാസിമാരുടെയൊക്കെ മുഖത്തിന് ചുറ്റും ഇങ്ങനൊരു സാധനം. അത് യഥാർത്ഥത്തിൽ എങ്ങും ഉള്ളതല്ല, അങ്ങനെ വരയ്ക്കും. തിരുമേനിമാരുടെയൊക്കെ ചിത്രത്തിന് ചുറ്റും തന്നെ ഇങ്ങനൊന്ന് വരയ്ക്കും. കണ്ണാടിയും വെച്ചാ ഇരിക്കുന്നത്, പക്ഷെ എന്നാലും ഇങ്ങനൊന്ന് വരയ്ക്കും. അത് ഈ സോഡാ ഗ്ലാസ്സാ വെച്ചിരിക്കെങ്കിലും ഈ തേജസ് വരച്ച് പിടിപ്പിക്കും. മനസ്സിലായില്ലേ? അപ്പോ സ്വന്തം കണ്ണുപോലും കാണാൻ വയ്യ ഈ തിക്നെസ് ഉള്ള ഗ്ലാസും വെച്ച് നമ്മളെല്ലാം അങ്ങനെ ആകും കേട്ടോ. ഞാനൊക്കെ ഇപ്പോഴേ അങ്ങനെ ആയിട്ടുണ്ട്. അവരെ കളിയാക്കിയല്ല, എന്നാലും ഈ മഞ്ഞക്കളർ തേജസ് ഇങ്ങനെ വരച്ച് ആളിനെ ഒന്നുകൂടെ പൊലിപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ ഒരു തേജസ് ഒന്നും അവിടെ ഇല്ല, ചുമ്മാ വരച്ചു വെച്ചിരിക്കുകയാണ്. യേശുവിനും അങ്ങനെ ആ മനുഷ്യൻ നോക്കിയാൽ കാണുന്നൊരു തേജസ്സൊന്നും ഇല്ല. അവന്റെ മഹിമ മറ്റൊന്നാണ്. ആ മഹിമയെന്ന് പറഞ്ഞാൽ ആ തേജസ് കളഞ്ഞിട്ട് ഒരു സാധാരണ മനുഷ്യന്റെ കൂട്ട് നമ്മുടെ അടുത്ത് വന്ന് പാർത്തന്നു. തേജസ് ഉള്ളവൻ ആ തേജസിന്റെ വസ്ത്രമൊക്കെ മാറ്റിവെച്ചിട്ട് തേജസ് ഇല്ലാത്ത എന്റെ കൂടെ എന്നെ പോലെ നിങ്ങളെ പോലെ ജീവിച്ചിട്ട് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാ കർത്താവിന്റെ മഹത്വം. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്, കണ്ടറിഞ്ഞാണ്.
ഇടയ്ക്കിടയ്ക്ക് കർത്താവ് ഒന്ന് കാണിച്ചു കൊടുക്കാറുണ്ട്, മറുരൂപമലയിലും ഒക്കെ വെച്ച് അത്യാവശ്യം ഒന്ന് കാണിച്ചു കൊടുക്കാറുണ്ട് ഞാൻ ആരാണെന്നൊന്ന് തിരിച്ചറിയാൻ. അതുപോലെ ആ പ്രഭ, ആ ശക്തിയൊക്കെ കാണിച്ചു കൊടുക്കും. കടലിൻ മീതെ നടക്കുമ്പോൾ ആർത്തിരമ്പുന്ന കടലിന്റെ മീതെ കൂടി വളരെ ഈസി ആയിട്ട് നടന്നു വരുമ്പോൾ അവർക്ക് പിടികിട്ടുന്നുണ്ട് ഇത് ആരാണെന്ന്. പക്ഷെ എപ്പോഴും അതല്ല എടുക്കുന്നത്. എപ്പോഴും ഒരു സാധാരണ മനുഷ്യനായിട്ട് യേശു വരിക. അപ്പോൾ പക്ഷെ മറിയയ്ക്ക് യേശു അവൻ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇതാ നമ്മുടെ മറിയ ക്രൂശിന്റെ ചുവട്ട് നിൽക്കുമ്പോൾ ഈ ആണി അടിക്കുന്ന രംഗവും പീഡിപ്പിക്കുന്ന രംഗവും പരിഹസിക്കുന്ന രംഗവും തെറി പറയുന്ന രംഗവും ഒക്കെ ഉണ്ട്. അമ്മയാണ് താഴെ നിൽക്കുന്നത്. ആർക്ക് സഹിച്ചു നിൽക്കാൻ പറ്റും? വർഷങ്ങൾക്കപ്പുറത്ത് ഞാനിത് കേട്ടല്ലോ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന്. അന്ന് ഞാൻ ധരിച്ചില്ല കൃപയ്ക്ക് ഇങ്ങനൊരു തലമുണ്ട്. സഹോദരങ്ങളെ, കൃപയ്ക്ക് സഹനത്തിന്റെ ഒരു തലമുണ്ട്, ടോളറേഷന്റെ ഒരു മേഖല ദൈവം വച്ചിട്ടുണ്ട്. കൃപ എന്ന് പറയുന്ന പദത്തിൽ ലോകത്തിന് അപകടം തോന്നുന്ന വിധത്തിലെ ഒരു തലം ദൈവം വച്ചിട്ടുണ്ട്. അത് ഈസി ആയൊരു വോക്ക് ഓവർ അല്ല, അത് ലൈഫ് പകരം വെക്കേണ്ട ഒന്നാണ്. ജീവിതമാണ് പകരം വെക്കേണ്ടത്. മറിയ ജീവിതമാണ് പകരം അങ്ങോട്ട് വെച്ചിരിക്കുന്നത്. ഒരു സ്ത്രീക്കും അതിന് കഴിയില്ല. ഞാൻ മനസ്സിലാക്കുന്നു, ഇവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീക്കും, എനിക്ക് എന്റെയോ നിങ്ങളുടെയോ സഹോദരിക്ക്, അല്ലെ വീട്ടിലൊരു സ്ത്രീക്ക് പരിചയത്തിൽപ്പെട്ട വേണ്ട കസിൻ ആയിക്കോട്ടെ, ചേട്ടനിയ മക്കളിലെ അകന്നൊരു കസിൻ, ആ പെൺകുട്ടിക്ക് ഇത് ഭവിച്ചാൽ പോലും നമ്മൾ പറയും നോ, പാടില്ല. അവൾ എത്ര കാര്യം പറഞ്ഞാലും, അല്ലല്ല ഒരു ദൂതൻ ഇന്ന് എന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞാലും താങ്ങാൻ പറ്റത്തില്ല ഇത് കാര്യം. നിങ്ങൾ എന്താ പറയുക? ലൈഫ് കൊടുത്തിട്ട് വേണം, ജീവിതം അങ്ങോട്ട് കൊടുത്തിട്ട് വേണം ഞാൻ ഈ കൃപ ഇങ്ങോട്ട് വാങ്ങാൻ. ജീവിതം പകരം കൊടുത്തിട്ടാണ് ഈ കൃപ വാങ്ങിയത്. ഈ കൃപ വാങ്ങിയപ്പോൾ കൃപയിലുള്ളത് എന്താ? വേദനിക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന, പീഡിപ്പിക്കുന്ന, സമൂഹം വിളക്ക് കണ്ണുകളോടെ നോക്കുന്ന, ആക്ഷേപിക്കുന്ന ഒരു തലം കൃപയ്ക്കുണ്ടെന്ന് മറിയ തെളിയിച്ചു തന്നു. അതുകൊണ്ടാണ് ഇന്ന് കൃപ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ മറുഭാഗത്ത് അനുഭവിക്കുന്ന വേദനയുടെ തീഷ്ണത, വേണ്ടപ്പെട്ടവർ അവഗണിക്കുമ്പോൾ വിവാഹ വീടുകളിൽ ക്ഷണിക്കാതെ പോയ ഒരു കാലമൊക്കെ നമുക്കുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഒരു ഭൂതകാലം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒറ്റപ്പെട്ടു വരുമ്പോൾ, ഒരു തുണ്ട് ഭൂമി കിട്ടാതെ, അപ്പനാൽ ആക്ഷേപിക്കപ്പെടുമ്പോഴും, അപ്പനോട് ഹൃദയം നിറഞ്ഞ സ്നേഹം കൊണ്ട് നടക്കുമ്പോഴും തിരികെ സ്നേഹം പോലും നഷ്ടപ്പെട്ടു പോകത്തക്ക വിധം നമ്മളെ ചുരുക്കി കാണുന്ന, വേദനയുടെ പർവ്വങ്ങളിലിട്ട് നമ്മളെ വല്ലാതെ ആക്കി തീർക്കുന്ന ആ ചിന്ത വരുമ്പോഴൊക്കെ ഇത് കൃപയാണ്. കൃപ എന്ന പദത്തിന്റെ ഒരാഴം മറിയ നമുക്ക് വെളിപ്പെടുത്തി തരിക. ഇത്രയും സഹനം, ആ പീഡയുടെ വഴികളിലൂടെ ഒക്കെ മറിയ നടക്കുക, ചോര പുരണ്ട വഴിത്താരയിലൂടെ മറിയയ്ക്ക് നടക്കേണ്ടി വരിക, ക്രൂശിക്കപ്പെടുന്ന ഇടത്തെ ഇരുമ്പാണിയിലേക്ക് ചുറ്റിയേക്കാഞ്ഞാഞ്ഞടിക്കുന്ന ശബ്ദം ഒരു ദുർബല സ്ത്രീ കേൾക്കുക. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, അത് മറ്റാരേക്കാളും സഹിക്കാനുള്ളൊരു കൃപ ദൈവം മറിയയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു. ആ കൃപ കൊടുത്തുകൊണ്ടായിരുന്നു. കാരണം ഈ ഉദരമാണ് ദൈവപുത്രന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടത്. അവൾ പറയുന്നുണ്ട്, ഇന്നു മുതൽ ഭാഗ്യവതി എന്ന് സകല ഉദരവും എന്നെ വാഴ്ത്തും. ഒരു പെണ്ണിന്റെ നിഷ്കളങ്കമായ വാക്ക്. ഇന്നു മുതൽ സകല ലോകവും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് പറയുമ്പോ വാഴ്ത്തലല്ല കേൾക്കുന്നത്, പരിഹാസം, നിന്ന, ആക്ഷേപം. ഈ വാക്കുകളാണ് അവൾ കേട്ടു തുടങ്ങിയത്. ഞാൻ പ്രതീക്ഷിച്ചത് വാഴ്ത്തുമെന്ന, ഞാൻ പ്രതീക്ഷിച്ചത് ആദരിക്കുമെന്ന. അത് ദർശനമുള്ള എനിക്ക് മാത്രമേ അതിന്റെ ആഴം പിടികിട്ടുന്നുള്ളൂ. ദർശനമുള്ള ഇവൾക്ക് മാത്രമേ അതിന്റെ ആഴം പിടികിട്ടുന്നുള്ളൂ. അപ്പോൾ ദർശനമില്ലാത്ത പരിഹാസികൾ ചുറ്റും നിന്ന് പരിഹസിക്കുമ്പോൾ എനിക്ക് ദർശനമുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ അവൾ അവിടെ പ്രതിഷേധിക്കുന്നില്ല, പരിഹസിക്കുന്നില്ല. പുഞ്ചിരിയോട് അവൾ ജീവിതത്തെ നേരിടുന്നു. അടുത്ത ഘട്ടം, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുക. അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, ഒരു പുരുഷനതേ ചെയ്യുള്ളൂ. ഗൂഢമായി ഉപേക്ഷിക്കാൻ പദ്ധതി. ഗൂഢമായി എന്ന് പറഞ്ഞാൽ ഇത് വലിയ സാധാരണ ഇത് വിവരമൊക്കെ അറിയിച്ച് അനൗൺസ് ചെയ്ത് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അത്ര വലിയൊരു ബന്ധമാണ് ഈ നിശ്ചയത്തിലൂടെ നടക്കുന്നത്. യോസേഫ് ഇതാരും അറിയണ്ട, അവൾക്കൊരു ലോകാപാതം വരുത്തണ്ട, അത് പോട്ടെ, അവള് ജീവിച്ചോട്ടെ, ഞാൻ വേറെ ഇത് അങ്ങ് വിടുക എന്ന് തീരുമാനിച്ചു. പക്ഷെ ഒരു കാര്യം ഓർത്തു, മറിയ പറയാണ്, അങ്ങനെ എനിക്കിപ്പോ യേശുവിനെ ഗർഭം ധരിക്കാനൊന്നും പറ്റിയല്ല എന്ന് പറഞ്ഞ ദൂതൻ കാലെ കയ്യിലൊന്നും പിടിക്കില്ല. ഒരിക്കലും നീ അത് പറ്റിയല്ല, അയ്യോ അത് പ്രയാസമാ. ദൈവത്തിന് അനദർ ചാൻസ് ഉണ്ടോ? ഇതേ രൂപത്തിൽ ദൂതൻ യോസേഫിനോട് പറഞ്ഞു. അപ്പൊ യോസേഫ് പറയാ പറ്റില്ല, ഞാൻ ഉപേക്ഷിക്കാനാ പദ്ധതി. നോ, തല്ലുകൊടുത്ത് നിന്നെ അവളെ കൊണ്ട് കെട്ടി, നിനക്ക് മാറാൻ പറ്റില്ല, നിന്നെ വിടത്തില്ല. നീ എന്നെ കാലിട്ടടിച്ചാലും നിന്നെ വിടത്തില്ല. അതിന്റെ കാരണം ഞാൻ മറിയയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട്, നിനക്ക് കൃപ ലഭിച്ചു. അവൾക്ക് ബോധ്യം വരണം, നീ തന്നെ കെട്ടുമ്പോഴേ അവൾക്ക് ബോധ്യം വരുള്ളൂ എന്റെ കൃപയുടെ ശക്തി എത്ര വലുതാണ്. ഈ രൂപത്തിൽ നിന്നെ യോസേഫ് സ്വീകരിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും എന്റെ കരുതൽ എത്ര വലുതാണ്. യോസേഫിനോട് ഇടപെട്ട, മറിയോട് ഇടപെട്ട അതേ ദൈവം തന്റെ ദൂതനയച്ച് യോസേഫിനോട് ഇടപെട്ടു. എന്താ യോസേഫിനെ മാറ്റാത്തതെന്നറിയാം?
മറിയെ മാറ്റിയാൽ യോസേഫിനെ മാറ്റാൻ പറ്റില്ല. അതിന്റെ കാരണമുണ്ട്. യോസേഫ് ആരാന്നറിയില്ലേ? യോസേഫ് ഹേലിയുടെ മകൻ, ഹേലി മത്താന്റെ മകൻ. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പുറകോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഒരാളെ കാണാം, ദാവീദ്. കേട്ടോ? ദാവീദിന്റെ തലമുറയിലെ കൊച്ചുമോനാ ഈ നിൽക്കുന്ന യോസഫ്. അപ്പൊ യേശുവിനെ ഒരു കുരുടൻ കാലമേറെ കഴിഞ്ഞ് ജെറീക്കോ വിളിച്ച് വിളിക്കുന്ന കേട്ടില്ലേ? യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. തമ്പുരാൻ ദാവീദിന്റെ പുത്രനാകണമെങ്കിൽ യോസേഫ് ഇവിടെ നിൽക്കണം. മനസ്സിലായോ? പ്രവചനം നിറവേറണ യോസേഫ് ഇവിടെ നിൽക്കണം. യോസേഫ് പറ്റിയില്ലെന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തും ദൈവം. നമ്മളിൽ പല ആളുകളും എത്ര തവണ സുവിശേഷ വേലയ്ക്ക് വിളി കിട്ടി പോകാതെ വന്നപ്പോ തല്ലി കിട്ടിയതിന് വല്ല കയ്യും കണക്കുണ്ടോ? അടി കിട്ടി തേഞ്ഞൊരു പരുവായി കഴിഞ്ഞപ്പോഴാ നമ്മള് കർത്താവിനെ പ്രസംഗിക്കാനൊക്കെ വന്ന് ഞാനൊരു ജോലി ചെയ്തുകൊണ്ട് ചെയ്യலாம் കർത്താവെ, പണം കൊടുത്തിന്റെ വേലയെ സഹായിക്കുക. ഇതൊക്കെ ചെയ്യുകയും ചെയ്തു. പണം കൊടുത്ത് സഹായിച്ചു, ജോലി ചെയ്തു, കഷ്ടപ്പെട്ടു. ഇനി ഞാൻ സുവിശേഷ വേല ചെയ്യാം, പക്ഷെ ഒരു ജോലിയോടുകൂടെ ചെയ്യാം. ദൈവം ഫുൾ ടൈം വിളിച്ചാൽ അടി കിട്ടും, അല്ലെങ്കിൽ പാർട്ട് ടൈം വിളിച്ചവരുണ്ട്, അടിച്ച് നമ്മളെ ഒരു പരുവാക്കും. അടി കിട്ടുന്നതിന് മുമ്പ് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ പോകാം. മനസ്സിലായില്ലേ? ദൈവത്തിന് നമ്മളെ വേണമെന്ന് തോന്നിയാൽ ലോകത്താര് തടഞ്ഞാലും അവൻ എടുക്കും. മനസ്സിലായില്ലേ? സമയമാകുമ്പോൾ അവൻ എടുത്തിട്ട് പറയും, നിന്നെ എനിക്ക് വേണം. അത് ദൈവം കണ്ടാ പിന്നെ ദൈവം ആർക്കും കൊടുക്കൂല. അപ്പൊ ദൈവത്തിന്റെ കാരുണ്യം അറിയോ? നമ്മളാരും തകർന്നു പോകാത്തത്. ദൈവം എന്നെ കണ്ടു, ദൈവത്തിന് എന്നെ വേണമെന്ന് തോന്നി, ഇനി ഞാൻ ആർക്കും കൊടുക്കില്ല. ദൈവം ഒരുത്തിനെ എടുത്താൽ കൊടുക്കുന്നില്ല, നിന്നെ എനിക്ക് വേണം. അങ്ങനെയാണ് നമ്മളെ സംരക്ഷിച്ചിരിക്കുന്നത്. ചില കൊച്ചുകുട്ടികൾ കണ്ടിട്ടില്ലേ? അവരുടെ ഈ കളിപ്പാവുകളൊക്കെ ഇങ്ങനെ കിടക്കും. അടുത്ത വീട്ടിലൊരു ഇവരിത് വേണ്ടായിരിക്കും, അടുത്ത വീട്ടിലൊരു കുട്ടി വന്നത് തൊടുമ്പോഴേക്ക് ഓടിച്ചെന്ന് തീർക്കും. അപ്പൊ അത് കൊടുക്കുന്നില്ല. എന്റെ ഉടമസ്ഥതയാ, അതുകൊണ്ടാണ്. ഇതെന്റെ ഉടമസ്ഥതയാണ്. പിശാച് എടുക്കാൻ വരുമ്പോൾ ദൈവം പറയും, നോ, തൊടരുത്, എന്റെയാണ്. ഇന്ന് എത്രയാവർത്തി സാത്താനോട് തമ്പുരാൻ പറഞ്ഞു, തൊടരുത്, എന്റെയാണ്, തൊടരുത്. നമ്മൾ കേരളത്തിൽ ഒരു വലിയ കാഴ്ച കാണാം. ഈ വഴിയരികിലൊക്കെ പണ്ടാ, ഇപ്പൊ ഇല്ല, ഇപ്പൊ ഇരുമ്പ് തടി കിടക്കുന്നത്. പണ്ട് തേക്ക് തടി കിടക്കും ഇഷ്ടം പോലെ. തേക്ക് തടി ഇങ്ങനെ വെറുതെ വെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു വീരപ്പനും ഇന്ന് വരെ മോഷ്ടിച്ചിട്ടില്ല. കാരണം കളി അങ്ങ് മാറും. പല ഡിപ്പാർട്ട്മെന്റും പ്രശ്നമാണെങ്കിൽ ഇതേ തൊട്ടാ കളി അങ്ങ് മാറും. രാത്രിയും പകലുമല്ല ആ തേക്ക് തടി അവിടെ വെറുതെ കിടക്കുക. വിറകിന്റെ ആവശ്യം വന്നാൽ, വീടിന്റെ ആവശ്യം വന്നാൽ, ഉരുപ്പടിക്ക് വന്ന് ഒരുത്തരം എടുക്കുന്നില്ല. അതിന്റെ കാരണം കളി മാറും. അത് കറക്റ്റാ. അതിനകത്തൊന്നും ഒരു വിട്ടുവീഴ്ച ഇവിടെ ഇല്ല. സ്ഥിതി അങ്ങ് മാറുകയാണ്. അപ്പോ എന്താ കാരണം? അത് എന്റെ പ്രോപ്പർട്ടിയാ, അവിടെ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാ, തൊടാൻ പറ്റിയില്ല. അന്തരീക്ഷം മാറി, അവസ്ഥ അങ്ങ് മാറും. പ്രോപ്പർട്ടി ഗവൺമെന്റിന്റെയാണ് എന്ന് പറഞ്ഞ പോലെ ഞാൻ പ്രോപ്പർട്ടിയാണ്. മറിയത്തോട് പറയാ, നീ എന്റെ പ്രോപ്പർട്ടിയാണ്. ആർക്കും കയറി നിന്നെ തൊടാൻ പറ്റില്ല. ഞാനാണ് നിനക്ക് കൃപ തന്നിരിക്കുന്നത്, ഞാനാണ് നിനക്ക് ശക്തി തന്നിരിക്കുന്നത്. ഇത് പൗലോസ് പറഞ്ഞു, എനിക്ക് ശക്തി നൽകിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്നെ വിശ്വസ്തനെന്നെണ്ണി എന്നെ തന്റെ വേലക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. സ്തോത്രം. അപ്പൊ വിശ്വസ്തനെന്നെണ്ണി എന്നെ വേലക്കാക്കി, അതായത് മുൻകൂട്ടി അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു ആള് വിശ്വസ്തനാണ്. നമ്മളൊരു കമ്പനിയൊക്കെ പ്രൊമോഷൻ തരുന്ന എപ്പോഴാ? ആള് ഡീസന്റ് അനുഭവം കൊണ്ട് തെളിയിക്കണം, ജീവിതം കൊണ്ട് തെളിയിച്ചു കഴിയുമ്പോഴാണ്. പക്ഷെ നമ്മുടെ കാര്യം നേരെ തിരിച്ചാ, വിശ്വസ്തനെന്ന് എണ്ണീട്ട് നമ്മെ ആ പന്താവിലൂടെ കയറ്റിവിടുക. നമ്മൾ അറ്റംപ്റ്റ് ചെയ്തോണം ദൈവത്തിന്റെ ലെവലോളം. വലിയൊരു പാരാമീറ്റർ വെച്ചിരിക്കുക നമുക്ക്, അതോളം നമ്മൾ വളർന്നോളം. അല്ല നമ്മുടെ ജീവിതം കണ്ടിട്ട് വിശ്വസ്തരാക്കിയല്ല, വിശ്വസ്തരാക്കിയിട്ട് അതുപോലെ വരാൻ പറയുക. നല്ല പ്രവൃത്തി ചെയ്തിട്ട് പ്രതിഫലം തരികയല്ല, പ്രതിഫലം മുൻകൂട്ടി തന്നിട്ട് പറയാണ്, ഇതെല്ലാം നിനക്കുള്ളതാ, പ്രവർത്തിക്ക്, വിശാലമായിട്ട് പ്രവർത്തിക്ക്, കർത്താവിന് വേണ്ടി നിൽക്കുക. അപ്പോ ഇതേ വിധത്തില് മറിയെ എല്ലാം ഏൽപ്പിച്ചു. ഒരു ദുർബല സ്ത്രീക്ക്, പ്രായം കൊണ്ടാ ഞാൻ പറഞ്ഞു കേട്ടോ, അല്ലാതെ വേറെ കാര്യത്തിലല്ല. ഒരു പെൺകുട്ടി, കൊച്ചു പെണ്ണാണ്, 10-15 വയസ്സൊക്കെ ആ പ്രായമുള്ളൂ. ആ പ്രായമുള്ള കുട്ടിയോടാണ് ഇത്രയും വലിയൊരു ദൂത് പറയും. ഇത്രയും വലിയ ലോകത്തിലെ ഒരു സ്ത്രീക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. നാട്ടുകാർ കളിയാക്കുമ്പോൾ, വീട്ടുകാർ കളിയാക്കുമ്പോൾ ഒക്കെ അവൾ അനുഭവിക്കുന്നുണ്ട്. യോസേഫ് ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ പദ്ധതി കിട്ടും. യോസേഫിനെ പിടിച്ച് കെട്ടിച്ചു. യോസേഫ് തൃപ്തനാണ് ഈ ജീവിതത്തിൽ. അപ്പൊ ഈ സ്ത്രീയുമായിട്ട് പോകുന്ന വഴിക്ക് ഒരു കാര്യം നമ്മൾ കേട്ടോ, ഈ ആ സമയം നോക്കിക്കൊണ്ട് ഒരു നിയമം വരിക, ലോകമൊക്കെ പേർവഴിയാക്കണം, പേരിയേർക്കണം. ഇന്നിപ്പോ ആണ് അമേരിക്കയിലോ ഇന്ത്യയിലോ ഇത് നടക്കുകയില്ല. ഇന്ത്യയിലും അമേരിക്കയിലും നടക്കുകയില്ല. കാരണം ഇത്തരം രാജ്യങ്ങളിൽ പോകുന്ന ഒരു മനുഷ്യാവകാശ ബോധമുണ്ട്. ഗർഭവതിയായ ഒരു സ്ത്രീയെ കൊണ്ട് സ്വന്തം നാട്ടിൽ പോയിട്ട് കിലോമീറ്റർ കണക്കിന് ദൂരം പോയിട്ട് നടത്താനൊന്നും പറ്റില്ല സാറേ, അതൊന്നും പറ്റില്ല. അല്ലെ ഓൺലൈൻ രജിസ്ട്രേഷനോ അല്ലെ ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ട് വിടുവോ ഒക്കെ ചെയ്യാൻ പറഞ്ഞ ആളിൽ തെരുവിലിറങ്ങും. കാരണം ഇത് ജനാധിപത്യമാണ്. രാജാവിന്റെ ഇഷ്ടവും നടക്കുകയില്ല, ജനാധിപത്യം എതിർക്കും. ഗർഭവതികളായ സ്ത്രീകളുണ്ട്, അവർക്ക് പ്രത്യേക പരിഗണനയും പരിരക്ഷയും കൊടുക്കണം. ഇങ്ങോട്ട് വന്നാൽ ഉദ്യോഗസ്ഥൻ വന്നിട്ട് പേരും നാളും ഒക്കെ എഴുതിക്കൊണ്ടു, അല്ലെങ്കിൽ സമയം പോലെ തരാം, ഇതൊക്കെ കഴിയട്ടെ. ഇത് ഇപ്പൊ അത് പറ്റും, പക്ഷെ അന്ന് നടക്കുകയില്ല. ഗർഭിണിയാ, നീ മരിക്കാൻ കിടക്കുന്ന ഒരാളിനും പറ്റിയല്ല. കാരണം ഇത് രാജകൽപ്പനയാ, കളി മാറും. രാജാവ് ഉത്തരവിട്ടാൽ, ചക്രവർത്തി ഉത്തരവിട്ടാൽ പേർ വഴി ചാർത്തണം, പൊക്കോളാൻ പറഞ്ഞു. അവനവന്റെ നാട്ടിൽ പോയിട്ട് പേര് രജിസ്റ്റർ ചെയ്യാം.
അപ്പൊ ഗർഭിണിയായ ഒരു സ്ത്രീയെ കൊണ്ട് അത്രയും ദൂരം പോകണമെങ്കിൽ നിയമത്തിന്റെ കാഠിന്യം ഓർത്തോ, അപ്പൊ നിയമവും അന്ന് കട്ടിയായി. അപ്പൊ ഓരോ ഭാഗം ഓർത്ത് നിയമം കട്ടിയാകുന്നു, ആ സ്ഥിതിഗതികൾ മോശമാകുന്നു, ഈ സ്ത്രീക്ക് നടക്കേണ്ടി വരും. നടന്ന് വിഷമിക്കുന്ന ഈ യാത്രയിൽ, ഈ ഗർഭകാലം തികയുന്ന വേളയിൽ ഈ ഗർഭസ്ഥ ശിശുവിനെ ലോകത്തിലേക്ക് അയക്കുന്ന ആ പ്രസവ കർമ്മം അനുഷ്ഠിക്കണം അവൾക്ക്. അത് സ്ത്രീകൾ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്ന പുരുഷന് അതിന്റെ ബുദ്ധിമുട്ട് അറിയില്ലെന്നാണ്. അത് തെറ്റായൊരു ധാരണയാണ്. സ്ത്രീയുടെ പ്രസവ വേദന പുരുഷനും മനസ്സിലാകും. സത്യം അത് പുരുഷന് ഏറ്റവും വലിയൊരു വേദനയായി പ്രസവ വേദന അംഗീകരിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ പുരുഷന്റെ കാര്യം പറഞ്ഞു. അതിന് കാരണമുണ്ട്. ഈ പലപ്പോഴും അമ്മയും അതുപോലെ നമ്മുടെ ഭാര്യയൊക്കെ പറയില്ലേ, നിങ്ങൾക്ക് ആ വേദന മനസ്സിലാവില്ല, നിങ്ങളെക്കാൾ ആ വേദന പുരുഷന് മനസ്സിലാവുന്നു. കാരണം നിങ്ങൾ ഡെലിവറിക്ക് വേണ്ടി പോകുന്ന ആ ഘട്ടത്തിൽ നിങ്ങളെ പോലെ ടെൻഷനാണ് ഈ പുരുഷന്. അയാൾ പാദം വെന്ത ഒരു നായെപ്പോലെ ആ ഹോസ്പിറ്റലിന്റെ മുമ്പിലൂടെ നടക്കുന്നുണ്ട്. അകത്ത് മരണം സംഭവിച്ചോ, കുഞ്ഞ് ജനിച്ചോ, എന്താകും ചുട്ടുപഴുക്കുന്ന ഒരു മനസ്സ് പുരുഷൻ അവിടെ ഉണ്ടാകും. സ്ത്രീക്കുണ്ടാകുന്ന അതേ വേദന, അതേ പ്രയാസം പുരുഷനും ഉണ്ടാകും. അപ്പോ ഭർത്താവിനാട്ടോ, കണ്ട പുരുഷന്മാർക്കൊന്നും ഉണ്ടാവില്ല, ഹസ്ബൻഡിനുണ്ടാവും. അവിടെ കൂടി നിൽക്കുന്നവർക്കൊന്നും ഉണ്ടാകത്തില്ല. അവനൊന്നും അത് മനസ്സിലാകത്തില്ല. വിശേഷിച്ച് ആദ്യത്തേക്ക് കുഞ്ഞ് ജനിക്കുമ്പോഴേക്ക് നമ്മള് ഭാര്യയ്ക്ക് ഒരു ചുംബനമൊക്കെ കൊടുത്ത് അകത്തേക്ക് വിടുകയല്ലേ. അവൾ നമ്മളെ ദയനീയമായിട്ടൊന്ന് നോക്കുകയാണ്, നമ്മളും ഒന്ന് നോക്കുകയാണ്, കൈയൊക്കെ കാണിച്ചു പോവുക. ഒരു മരണഭീതി ആ സ്ത്രീ അല്ലതല്ലേ. ആ മരണഭീതി പുരുഷനും വരും. ആ മരണഭീതി കൊണ്ടാണ് അവനും ചിന്തിക്കുന്നത്, അവൾക്ക് എന്ത് പറ്റി, ബ്ലഡ് ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ ബ്ലഡ് കയറുന്നുണ്ടോ, അല്ലെങ്കിൽ പൾസ് എന്തായി, ഈ ഷുഗർ കൂടിയിട്ടുണ്ടോ, എന്താണ് സ്ഥിതി, എന്താണ്, ഒത്തിരി നേരമായല്ലോ. നമുക്ക് ഓരോ മിനിറ്റിനും ദൈർഘ്യമുള്ളതായി തോന്നും, ഓരോ നിമിഷത്തിനും ദൈർഘ്യം കൂടുന്നു. ആകുലതയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഡോറ് തുറന്ന് പുറത്തു വരുന്ന ഒരു നഴ്സ് അല്ലെ ഡോക്ടർ ആരോ ആകാംക്ഷയാണ് നമുക്ക്. എന്തു പറ്റി, അവരുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു, ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വരികയാണോ, എന്താണ്, വലിയ ആകാംക്ഷ. ഇത് പുരുഷനും അനുഭവിക്കുന്നുണ്ട് ഈ വേദന. അപ്പോ ഈ സ്ത്രീയും വേദന അനുഭവിക്കുന്നുണ്ട്. അതിന്റെ കാരണമുണ്ട്. ഈ രണ്ടുപേരും ഇനി സന്തോഷിക്കുന്നത്, ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും അന്നാണ്, ഒരു കുട്ടി ജനിക്കുമ്പോഴാണ്. ഞാനോട് പറയാറുണ്ട്, ഒരു കുട്ടി ജനിക്കുന്നതിൻ്റെ അന്നാണ് അമ്മയും ജനിക്കുന്നത്. മനസ്സിലായല്ലോ. കുഞ്ഞിന്റെ കൂടെയാണ് അമ്മ ജനിക്കുന്നത്. അമ്മയും കുഞ്ഞും ഒരുമിച്ചാണ് ജനിക്കുന്നത്. അമ്മയും കുഞ്ഞും ഒരുമിച്ച് ജനിക്കുന്നു പറഞ്ഞാൽ മനസ്സിലായില്ലേ. ഒരു സ്ത്രീ അമ്മയാകുന്നത് പ്രസവിക്കുമ്പോഴായതുകൊണ്ട് അമ്മയുടെ ജനനവും കുഞ്ഞിന്റെ ജനനവും ഒരുമിച്ചാണ്. അപ്പൻ ജനിക്കുന്ന ഒന്നാണ്. അന്നൊരു മുത്തച്ഛൻ ജനിക്കും, അന്നൊരു മാതുലൻ ജനിക്കും, അന്നൊരു ആന്റി ജനിക്കും. ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ എത്ര ജനനങ്ങൾ കൂടെ ഉണ്ടെന്ന് വെച്ചു. എന്റെ പെങ്ങൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ഞാൻ അവന്റെ അമ്മാവനായി ഞാനും ജനിച്ചതെന്നാണ്. അമ്മാവൻ എന്ന നിലയിൽ എന്റെ ജനനവും അവന്റെ ജനനത്തോടൊപ്പമാണ്. എന്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ ഞാനൊരു അച്ഛനായി ജനിക്കുകയാണ്, അവളൊരു അമ്മയായി ജനിക്കുകയാണ്. ആ വേദന മുഴുവൻ നമ്മൾ രണ്ടാള് താങ്ങുകയാണ്, ഭാര്യയും ഭർത്താവും താങ്ങുകയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ മറിയ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ആ വേദനയുടെ ആഴം അതിങ്ങനെ യോസേഫ് കാണുന്നുണ്ട്. ഇവൾക്ക് എന്താണ് ഭവിക്കാൻ പോകുന്നത്? അപ്പോൾ യോസേഫ് കൂടെ വരിക, ആ നല്ല മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പോട്ടെ, ഇവിടെ ഒരു കെയർ ചെയ്യാൻ ആരുമില്ല. ഒരു പുരുഷനെ ഇവർക്ക് കെയർ ചെയ്യാനുള്ള അറിവൊന്നുമില്ല, എങ്ങനെ വേണം ക്രമീകരിക്കാൻ അതൊന്നും അറിയത്തില്ല. ശേഷം ആദ്യ ഡെലിവറിയും കൂടെയാണ്, ആ മേഖലയിലൊന്നും നിന്ന ആളായിരിക്കില്ല. അപ്പൊ പറയുന്നുണ്ട്, പേടിക്കണ്ട കേട്ടോ, ധൈര്യമായിട്ട് നിൽക്കും, ഒരു കുഴപ്പമില്ല. അവന് പറ്റുന്ന ആശ്വാസം പറയുമ്പോഴും ഉള്ളം വിങ്ങുന്നുണ്ട്, ഉള്ളത്തിൽ നേരിയൊരു നൊമ്പരപ്പാടുണ്ട്. ആ വേദനയിലാണ് ഈ പറയുന്നത്, സാരമില്ല ഒക്കെ ശരിയാവുന്നേ, ധൈര്യമായിട്ട്. പക്ഷേ ഈ വഴിയാത്രയിൽ പ്രസവിച്ചു. യോൻ പറയുന്ന പുൽക്കൂട്ടി ജനിച്ചു എന്നാ. പുൽക്കൂട്ടിലൊന്നും യേശു ജനിച്ചു എന്ന് തിരുവെഴുത്തിലില്ല. ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഇത് ക്രിസ്മസിലൊക്കെ ആൾക്കാർ പാടുന്ന, ക്രിസ്മസിന്റെ പാട്ടെന്ന് പറഞ്ഞാൽ 2 പുല്ല് 1 പശു കൊണ്ട് ഒരു പാട്ടാവും. അങ്ങനെയൊക്കെ എഴുതി വിടുന്ന പാട്ടാ. 2 പുല്ല് 4 പുല്ല് 1 പശു മതി ഒരു പാട്ടെഴുതാൻ. അങ്ങോട്ട് നോക്കിയൊരു പുൽക്കൂട്ടി ജനിച്ചു, അവിടെ ജനിച്ചു, ഇവിടെ ജനിച്ചു എന്നൊക്കെ ഒരു പാട്ടുണ്ട്. നമ്മളും അറിയാതെ പാടാറുണ്ട്. പശുത്തൊഴുത്ത് ജനിച്ചു, പശുത്തൊഴുത്ത് ജനിച്ചെന്നില്ലെന്നേ, എവിടെ ജനിച്ചതെന്ന് ബൈബിളിൽ ഇല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെയാ പറയുന്നത്, വഴിയമ്പലത്തിൽ ഇടമില്ലായകയാൽ അവരെ ഈ മാട്ടിൻ തുരുത്തിൽ കൊണ്ടുകിടന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഡെലിവറി എവിടെ വെച്ചോ കഴിഞ്ഞു. അപ്പൊ നമ്മൾ യെരൂശലേമിൽ ചെന്നാൽ ഒരു നക്ഷത്രമൊക്കെ ഇട്ടൊരു സ്ഥലം വെച്ചിട്ടുണ്ട്, ഇതെന്റെ ഇവിടെ ജനിച്ചത്. ഞാൻ ഇരിക്കാതെ ചെല്ലുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ഇതെന്റെ ഇതാ സ്പോട്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ, ഇവിടെ യേശു ജനിക്കുമ്പോ ഡൽഹിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം അവിടെ ചെന്ന് ലൈവ് ചെയ്യുമായിരുന്നു. ഈ കൃത്യ സ്ഥലം നിങ്ങൾ കണ്ടുപിടിച്ച് പറയാൻ, ഇതാണ്ട് ഇവിടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊന്നും ഇല്ല, ഇത് ആരാണ്ട് അവിടെ എങ്ങാണ്ട് കാണിച്ചു ഒരു സ്ഥലമാണ്. അല്ല, അതിലൊന്നും അർത്ഥമില്ല. എവിടെയാണെന്നൊന്നും ആർക്കും അറിയില്ല. വഴിയോരത്ത് എവിടെയോ ജനിച്ചു. ആ രംഗം ആലോചിച്ച്, ഒരു സ്ത്രീ പുരുഷന്റെ കൂടെ ഉണ്ട്, അവൾ പ്രസവിച്ചു. ആ കുഞ്ഞിനെ ശുദ്ധിയാക്കി എടുക്കണം. എന്തൊരവസ്ഥയാന്ന് ആലോചിച്ച് നോക്കിക്ക്. വെള്ളം കൊടുക്കണം, കെയർ ചെയ്യണം. അവള് എത്ര ത്യാഗം സഹിച്ചു. അടുത്ത ഘട്ടം, ഇവര് ഒത്തിരി വീടുകൾ തിരക്കുകയാണ്. രാത്രിക്ക് നടന്നു എന്നൊരു വീട്ടിൽ
ഈ സ്ത്രീയെ കാണിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോ ഈ സ്ത്രീയെ കാണുമ്പോൾ ഒരു പുരുഷനും സ്ത്രീയും വരുന്നു, ഗർഭവതിയാണ് എന്നറിയുമ്പോൾ ഈ വീട്ടുകാർ കുട്ടി അടയ്ക്കാൻ അത് കരുണയുള്ളവരും ഉണ്ടാക്കും. കരുണയുള്ളവർ പറയുന്നുണ്ട്, ഈ പ്രായത്തിലൊരു കുഞ്ഞ് ഇപ്പൊ ഇവിടെ കിടക്കുക, ആ കൂടെ ഈ ചെറിയ കുടിലിൽ ഇടയില്ല, നിങ്ങളെ പാർപ്പിക്കണമെന്നുണ്ടായിരുന്നു. ചില വീട്ടിൽ പറഞ്ഞു, എന്റെ ഭാര്യ പ്രഗ്നന്റ് ഇതുപോലെ, ഇന്ന് ഇവിടെ ഇത് സംഭവിച്ചാൽ ഇവരെ കെയർ ചെയ്യണ്ട, സോറി ബ്രദർ പറഞ്ഞു വിടുക. ഒത്തിരി ജനനം നടന്നെന്നാണ്. ഒത്തിരി ജനനം നടന്നുള്ള ഊഹമല്ല. കാരണം ഈ പ്രായത്തിലുള്ളവരെ കൊല്ലാൻ പിടിക്കുന്നുണ്ട് അല്പം കഴിഞ്ഞ് ഹെരോദ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞ ആ സമയത്ത് ഒത്തിരി പിള്ളേരുണ്ട്, ജനിച്ചിട്ടുണ്ട് ഒത്തിരി പേര്. പക്ഷേ ലോകത്തിന്റെ മുഴുവൻ കാരണഭൂതന്റെ ജനനത്തിന് വഴികുട്ടി അടച്ച് ആ കുടുംബമൊക്കെ സംരക്ഷിച്ചവരുടെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന കാഴ്ച പിന്നെ കണ്ട്. പക്ഷെ ഒറ്റക്കുരുകൾ ഇതുവഴി പോകുമ്പോൾ ആ കുഞ്ഞിനെ കൊല്ലാൻ വീണ്ടും നിയമം പാസാക്കിയവന്റെ ആ കുലത്തിനെന്ത് ഭവിച്ചു എന്ന് നമുക്കറിയാം. ആ കുലത്തിനെന്ത് ഭവിച്ചു? ഒരു കാര്യം കൂടി കാണാം. ഇവിടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ പറയാ. എവിടെ? ഈജിപ്തിലേക്കാ പോകാൻ പറയാം. കാരണം ഹെരോദ നിയമം ഇട്ടു, ഗോ ടു ഈജിപ്റ്റ്. രണ്ട് കാര്യം, പ്രവചന നിവൃത്തിയെ അങ്ങോട്ട് വിടുന്നത്. എന്റെ ഒരു വലിയ സന്തോഷം. സെയിം തിങ് നമ്മളുടെ മോശയ്ക്കും പണ്ടുണ്ട്. മോശയെ കൊല്ലാൻ വേണ്ടി നമ്മളത് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞല്ലോ, മോശയെ കൊല്ലാൻ വേണ്ടി ഇതുപോലൊരു നിയമം വന്നെന്നാന്ന്. ആ നിയമം വരുമ്പോ മോശയെ കൊല്ലാൻ നിയമമിട്ട രാജ്യമാണ് ഈജിപ്റ്റ്. മോശ രക്ഷപ്പെട്ടു. 2000-ൽ പരം വർഷം കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറയുക, അങ്ങോട്ട് പോകോ. എവിടെ? പണ്ട് നമ്മുടെ മോശയെ കൊല്ലാൻ പദ്ധതിയിട്ട സ്ഥലത്ത് ഈ കുഞ്ഞുമായിട്ട് പൊക്കോളാൻ പറഞ്ഞ അർത്ഥം എന്താ? അന്ന് ഏൽപ്പിച്ച ദൂത സംരക്ഷണം ഇപ്പോഴും അവിടെ ഉണ്ട്, അവിടെ റെഡിയാ, അങ്ങോട്ട് പൊക്കോളാൻ. അപ്പൊ നോക്കി, ഒരിക്കൽ നമ്മളെ കൊല്ലുമെന്ന് വിധി എഴുതിയ നാട്ടിലേക്ക്, ഫറവോടെ നാട്ടിലേക്ക് പോയിട്ട് തലയെറിയുന്ന ഫറവോടെ നാട്ടിൽ അന്ന് നിർത്തിയ ദൈവമക്കളെ വധിക്കാതിരിക്കാൻ അന്ന് നിർത്തിയ ദൂതന്റെ സംരക്ഷണം, അതിന്റെ വീര്യം ഇപ്പോഴും കെട്ടിട്ടില്ല. അവിടേക്ക് പൊക്കോളാൻ. അവിടെയാ യേശു വളരുന്നത്. അപ്പൊ ആലോചിച്ച് അവിടേക്ക് പോയി. പിന്നെ നസ്രത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിലെ കാര്യം, ഇതെല്ലാം ഈ മറിയ സഹയാത്രികയാണ്, ഈ കൂടെ പോവാ. ഈ മറിയ ഈ ത്യാഗങ്ങളെല്ലാം സഹിക്കുമ്പോൾ ഒരു സംതൃപ്തി വരുന്നത് യേശുവിനെ കാണുമ്പോഴാ. എന്തൊരു ഐശ്വര്യം യേശുവിന്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കേവലം ഒരു ശിശുവിന്റെ ഫീലിംഗ് ഒന്നും അല്ല മറിയയ്ക്ക് തോന്നുന്നത്. ചിരിയും നടപ്പും പ്രവൃത്തിയും എല്ലാം മറിയിൽ കൊടുക്കുന്ന ഒരു ആവേശം. ഇപ്പൊ കൃപയ്ക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. പരിഹാസൻ ലോകത്തിലാണ്, പക്ഷെ അവന്റെ പ്രാർത്ഥനാമുറി ആത്മസന്തോഷത്തിന്റെ വലിയൊരു സ്ഥലമാണ്. അവന്റെ സ്വകാര്യ ഇടം അതിഭയങ്കര സന്തോഷത്തിന്റെ ഒരു ഇടമാണ്. ക്രിസ്ത്യ ജീവിതം അങ്ങനെയാണ്. ഒറ്റപ്പെട്ടൊക്കെ നടക്കേണ്ടി വരുമ്പോൾ ആ ജീവിതത്തിന്റെ സംതൃപ്തി അത് പറഞ്ഞറിയിക്കാനാവുന്നതിന്റെ അപ്പുറത്താണ്. അപ്പൊ അത് അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ ഒത്തിരി പേരുണ്ട് ഇവിടെ. അത് ഞാൻ മനസ്സിലാക്കും. ഞാൻ ഒരു അനുഭവം പലപ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ട്. വലിയൊരു പ്രതിസന്ധി ജീവിതത്തിലേക്ക് വന്നു. ഞങ്ങൾക്കൊരു വീട് തന്ന ഒരു സിസ്റ്റർ, ഒരു മനുഷ്യരുണ്ടായിരുന്നു. അവരെ കുഴപ്പം പറയാൻ പറ്റില്ല. കാരണം അവിടുത്തെ അമ്മയ്ക്കൽപ്പം ഒരു മാനസിക തകരാറുണ്ട്. വീട് തന്ന വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പച്ചനൊക്കെ നല്ല മനുഷ്യരാണ്, മർത്തോമക്കാരാണ്. അപ്പോൾ അവിടെ വീടിന്റെ മുറ്റത്ത് 2-3 തെങ്ങ് നിൽപ്പുണ്ട്. ഞാൻ ഈ അടിമാലിക്ക് ഒരു യോഗത്തിന് പോവാണ്, കൺവെൻഷൻ പ്രസംഗിക്കാൻ പോവാണ്. ആ സമയത്ത് പെട്ടെന്ന് വീട്ടിൽ നിന്നൊരു ഫോൺ വന്നു. ആകെ പ്രശ്നമാണ്. അപ്പൊ ഞാൻ തൊടുപുഴ കടന്നു നോർത്തോണം. അപ്പോഴേക്കാണ് വിളിക്കുന്നത്. വിളിച്ചെന്നാന്ന് വെച്ചാൽ ഈ തേങ്ങ 3-4 താഴെ വീണു. അത് എന്റെ മോൻ പിടിച്ചു കുലുക്കി താഴെ വീഴ്ച. അവൻ പഠിക്കുന്നില്ലെന്ന് ഓർത്തോണം. അത്ര കുഞ്ഞു പ്രായമാണ്, 3-3.5 വയസ്സേ ഉള്ളൂ. LKG പോലും പഠിക്കുന്നില്ല. അവൻ പിടിച്ച് തേങ്ങയെ കുലുക്കിയിട്ട് ഈ തേങ്ങ താഴെ വീഴിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നാ ആലോചിച്ചു. അപ്പോ ഇവനാകെ പേടിച്ചിങ്ങനെ നിൽക്കുക. ഇവൻ അവിടെ നിപ്പുണ്ട്, തെങ്ങിന്റെ അടുത്തെങ്ങാണ്ട് നിപ്പുണ്ട്, പേടിച്ച് നിൽക്കുക. അപ്പോ എന്റെ വൈഫിനെ അതെല്ലാം പറഞ്ഞു, ഇപ്പൊ ഇറങ്ങണമെന്നായി. നിങ്ങൾ തേങ്ങ അല്ല അടിച്ചു മാറ്റിയാൽ ഇപ്പൊ ഇറങ്ങണം. അപ്പൊ ഭയങ്കര ദുഃഖമായി. എങ്ങോട്ട് പോവും? ഇവര് തന്നെ ഉള്ളൂ. എന്നോട് വിളിച്ച് ഇങ്ങനെ വിവരം പറഞ്ഞു, ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ ആ രംഗം ആലോചിച്ചാൽ, ഞാൻ അവിടുന്ന് വണ്ടി വിട്ട് തിരിച്ചു വന്ന് ഇവരെ എടുത്തു, ഇത്രയും പേരെ എടുത്ത് തിരിച്ച് കൺവെൻഷൻ സ്ഥലത്ത് ഓടിച്ചെല്ലണം. അപ്പോ നമ്മൾ സാധാരണ കൺവെൻഷന് പോകുന്നൊരു ഉച്ച കഴിഞ്ഞുള്ള സമയമല്ലേ. അപ്പൊ തിരിച്ച് അതിവേഗത്തിൽ ഓടി വന്ന ഇവരെയൊക്കെ എടുത്തു. നമ്മളെ കണ്ടപ്പോ തൃപ്തിയായി. ഇത് 4 പേരും ഒരു 3 മക്കളും പുള്ളിക്കാരി ഒരുങ്ങി മുറ്റത്ത് നിൽക്കുകയാണ്. എപ്പോഴും പറഞ്ഞ് ഒരുങ്ങിക്കുമെന്നോ. യോഗ സ്ഥലത്തേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരങ്ങ് നോർമലായി. ഞങ്ങൾ യോഗം കഴിഞ്ഞ് വരുമ്പോഴേക്ക് കുഴപ്പമൊന്നുമില്ല. കഷ്ടിച്ച് അവിടെ ചില മാസങ്ങളെ പാർത്തു. കാരണം എപ്പോഴാണ് ഇവർക്ക് ഇതിങ്ങനെ ഒരു മാറ്റം വരുന്ന അറിയില്ല. അപ്പൊ മക്കളൊക്കെ നമ്മുടെ വലിയ അനുകൂല. അവരങ്ങനെ പറഞ്ഞാലും നിങ്ങൾ പോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അവിടെ പിടിച്ചു നിർത്തും. ഗൾഫിലായിരുന്നവർ മക്കളൊക്കെ വിളിച്ചു പോകണം ചെയ്തു. പാസ്സൊക്കെ എന്താവശ്യം ഉണ്ടെങ്കിലും പറയണം. വാടക മേടിക്കുന്നതിലും ഒക്കെ
വലിയ വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സുള്ള നല്ല മനുഷ്യരാണ്. പക്ഷേ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ അത് ഉണ്ടാക്കുന്ന അപകടം വലുതാണ്. അപ്പൊ ഈ യാത്രയിൽ മക്കളെല്ലാം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് ഇതെല്ലാം മാറി. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ പോകുമ്പോഴേക്ക് നാട്ടിൽ കുറെ പേർക്ക് ഒരു വിഷമം തോന്നി. അവർക്കൊക്കെ അറിയാം, അയൽക്കാർക്കൊക്കെ അറിയാം, അങ്ങനെ പ്രശ്നമില്ല. തൊട്ട് താഴെ ഒരു വീടും ഒരു DTP സെന്ററും ഒക്കെ അവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അവർക്കറിയാം വെറുതെ പറയുന്നതാണെന്നറിയാം. അപ്പൊ നമുക്കൊന്നും തോന്നിയില്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇവരെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേക്കും പിന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അപ്പൊ ഞാൻ ഈ മറിയയും യോസേഫും ഒക്കെ പോകുന്ന ലോകം അതിതും പറയുമ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യത്തിന്റെ ഒരു ബോധം, ഒരു ഭയങ്കര ഒത്തിരി വർഷം മുമ്പാണ്. എന്റെ മോനിപ്പോ 10ലാണ് പഠിക്കുന്നത്, അത്രയും പിന്നിലാണ്. അപ്പൊ ഞാൻ പറയുന്നത് ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ നമ്മൾ എന്താണ് എന്ന് പഠിക്കാൻ ദൈവം നമുക്ക് മാർഗദർശികളെ വെച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ മുമ്പിൽ. ഇത് പുതുമയൊന്നുമില്ല. എന്റെ ചെറിയൊരു അനുഭവം കേൾക്കുമ്പോൾ ഇതുപോലെ അനുഭവങ്ങളുടെ ഒരു കലവറയാണ് ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ദൈവമക്കൾ, ചെറുപ്പക്കാരും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഒറ്റപ്പെട്ടു. ഇതേ നമുക്ക് വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് പറയാൻ. അനുഗ്രഹത്തിന്റെ അവസ്ഥ കൂടിയുണ്ടല്ലേ പറയാൻ. നമ്മൾ ഈ കഷ്ടപ്പാട് മാത്രം പറയരുത്, അനുഗ്രഹത്തിന്റെ അവസ്ഥകൾ കൂടിയുണ്ട്. 1000 പേരും 500 പേരും ഒക്കെ നിൽക്കുന്ന ഇടത്ത് നമ്മളെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരനുഭവം അത് ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ അനുഭവങ്ങൾ അങ്ങനെയില്ലേ. 500 പേരെ നിന്ന് ഒരാളെ വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളെ അവിടേക്ക് തിരഞ്ഞെടുക്കുക. അത്രയും പേരെ പിന്തള്ളി. സൗന്ദര്യം കണ്ടാണോ, അറിവ് കണ്ടാണോ, പ്രാപ്തി കണ്ടാണോ? അല്ല, അവരിലൊരു കരിസ്മ ദൈവം അപ്പൊ കൊടുത്തിട്ടുണ്ട്. ദൈവമക്കളുടെ മക്കളാണ്, പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ വേണം ഇവിടെ എടുക്കാനെന്ന് ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്നതാണ്. അതും നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ ഈ കയറ്റിറക്കങ്ങളെ രണ്ടു വശങ്ങളും കാണണം. നമുക്ക് ഒറ്റപ്പെടലുകൾ മറിയയ്ക്ക് സംഭവിച്ചു. പക്ഷെ ലോകം ഇന്ന് അന്ന് കളിയാക്കിയവളെ ലോകം ഇന്ന് വാഴ്ത്തുന്നു. നമ്മൾ എങ്ങനെ വിളിക്കുന്ന വിശുദ്ധ മറിയം, പരിശുദ്ധ മറിയം എന്ന് പറയാറില്ല. വിശുദ്ധ മറിയം എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനമില്ല, ഒരു ചാരിതാർത്ഥ്യമില്ല, ഒരു സന്തോഷമില്ല. അതെങ്ങനെയാണ്? ഒരു മഹത് വ്യക്തി, ഒരു മഹത് വനിത ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച മഹാചിന്തയുടെ ഉടമ. അപ്പോൾ അങ്ങനെയുള്ള ആ മറിയ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത അവളിൽ കാണാം. ഞാൻ ആ മരണരംഗം ഇങ്ങനെ ഓർക്കുക. ഒരമ്മയ്ക്ക് ഇത് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ. തൊട്ടടുത്ത് യോഹന്നാനും ഉണ്ട്. അപ്പൊ യോഹന്നാനെ പിടിച്ച് അമ്മയെ ഏൽപ്പിക്കുകയാണ്. അത് ഇതാണ് നിന്റെ അമ്മ, നോക്കിക്കോണം, ഇത് മോനാണ് എന്നെല്ലാം പറഞ്ഞ് കൊടുത്തു വിടുക. യേശു പൂർണ്ണമായിട്ട് ആ സെപ്പറേഷൻ ആചരിക്കുക. എന്നിട്ട് യേശു പലപ്പോഴും പറയുന്നുണ്ട്, ആരാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ, എൻ്റെ സഹോദരങ്ങൾ ആരാ? സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുക. അങ്ങനെയാണ് ക്രമേണ യേശു ഇവരിൽ നിന്ന് പതുക്കെ അകന്നകന്നകന്ന് നമ്മളിലേക്ക് വരിക. അപ്പൊ മറിയക്ക് അതിലൊരു തൃപ്തി തോന്നുമോ? സത്യം പറഞ്ഞു അങ്ങനെ പോകുമ്പോൾ ഒരു മറിയക്ക് മകൻ തന്നെയാ. ഈ തൃപ്തി എപ്പോഴാ കിട്ടുന്നതെന്നറിയാം. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ പന്തിരുവരോടുകൂടെയൊക്കെ മറിയയുണ്ട് കാത്തിരിപ്പ് യോഗത്തിന്റെ കൂട്ടത്തിൽ. മറിയയുടെ പേര് യേശുവിന്റെ അമ്മയായ മറിയോടുകൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു ആരൊക്കെയുണ്ട്. ഇന്നിപ്പോ മറിയ യേശുവിന്റെ അമ്മയല്ല, മറിച്ച് സഭയാണ്, സഭയുടെ കാന്ത, എന്റെയും നിങ്ങളുടെയും കൂട്ടാണ്. ആ പദവിയിലേക്കാണ് വന്നിരിക്കുന്നത്. അത് മഹത്തരമായൊരു പദവിയാണ്. അപ്പോ ഇനി ഒരു മറുവശം പറഞ്ഞു നിർത്താം. ഈ അമ്മയാകുന്നതാണോ കാന്തയാകുന്നതാണോ ശ്രേഷ്ഠകരമായ പദവി എന്ന് ചോദിച്ചാൽ കാന്തയാകുന്ന തന്നെയാണ്. കാരണം നമ്മൾ പ്രായമാകുന്നതനുസരിച്ച് അമ്മയോടുള്ള സ്നേഹമൊന്നും കുറയുന്നില്ലെങ്കിലും അമ്മയെ വിട്ട് അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമാകും. അവിടെ പദം പ്രത്യേകിച്ച് പഠിക്കണം. ഇത് നിമിത്തം പുരുഷൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമാകും. ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ ആരും ശ്രദ്ധിക്കാറുണ്ട്, എംഫസൈസ് ചെയ്യാത്തൊരു ഭാഗമുണ്ട്. ഞാൻ പൗലോസ് പറയാ, മക്കളെ നിങ്ങളെ ഒന്നും ഓർത്ത് പറഞ്ഞല്ലെന്ന്. നമ്മൾ പറയാം, എടാ കുഞ്ഞെ നിന്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറഞ്ഞത്, ഇരുവരും ഒരു ദേഹമാകും. എന്തൊരു തൃപ്തിയാണ് ക്രിസ്ത്യൻ ലൈഫ്. നമ്മൾ ക്രിസ്തുവിനോടുകൂടെ കാന്തനോടെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നോ, ആ മാർവിലേക്ക് എങ്ങനെ ചാരുന്നോ, ഈ പദവിയിലേക്ക് മറിയയും ഉയർത്തപ്പെടുകയാണ്. അപ്പൊ നമ്മൾ ഓർത്ത്, അപ്പൊ ആ തൃപ്തി നമുക്ക് കിട്ടിയ അതേ തൃപ്തി. നമ്മൾ ആരും യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. കണ്ടവരൊക്കെ കണ്ടേക്കാം, അല്ലെങ്കിൽ ദർശനത്തിലൂടെ ഒക്കെ കണ്ടവരുണ്ടാകാം. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരുണ്ടാകും. ഇല്ലെന്നൊന്നും പറയാം, അങ്ങനെ കാണാതിരിക്കത്തൊന്നുമില്ല, കണ്ടെന്നുണ്ടാകും. അപ്പോൾ നമ്മളെ ദൈവം അത് അങ്ങനെ പക്ഷേ അത് കണ്ടില്ലെന്നുള്ളൊരു കോംപ്ലക്സ് ഒന്നും എനിക്കില്ല. കാരണം നമ്മൾ യേശുവിനെ അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവിനെ അനുഭവിക്കുന്നുണ്ട്. യേശു ഇല്ല എന്നൊരു തോന്നൽ പോലും നമുക്കില്ല. ആനനിമിഷം ആ ദൈവസാന്നിധ്യം നേരിയ സംശയത്തിന് ഇട കൊടുക്കാതെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നാളെ നമുക്ക് പതിവിൽ നേരത്തെ കൂടാ. ഈ ദിവസമായതുകൊണ്ടാണ് ഞാനൊരു പ്രത്യേക അവധി ചോദിച്ചാണ് 10-15 ലേറ്റായിട്ട് വന്നത്. നാളെ നേരത്തെ വരാം. അല്ല, ഇന്ന് നമ്മൾ പിരിയുമ്പോൾ ഒരു കാര്യം ഞാനിങ്ങനെ ചിലപ്പോൾ പറയാറുണ്ട്. ഈ യേശുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാരെക്കാൾ, യേശുവിനെ കണ്ടവരെക്കാൾ, ഇതാ ഇങ്ങനെ തൊട്ടവരെക്കാൾ, അപ്പം വാങ്ങി ഇങ്ങനെ തിന്നവരെക്കാൾ, കടലിൻ മീതെ നടക്കുമ്പോൾ ഹല്ലേലൂയ പാടിയവരെക്കാൾ,
അനുഗ്രഹിക്കപ്പെട്ടവര് നമ്മളാണ്, നമ്മൾ തന്നെയാണ്. പ്രിയ ആൻഡ്രൂസച്ചാന്റെ കൂടെ ഇന്നിരുന്ന് ക്ലാസ് പഠിക്കുന്ന നമ്മളൊക്കെ തന്നെയാണ് അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ സ്നേഹിതന്മാരും ശ്രീധർ ദൈവാസന്മാരും തോമസ് വാസും ഒക്കെ ഇവിടെ ഉണ്ട്. ദൈവാസന്മാരേറെ ഇവിടെ ഉണ്ട്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതിന്റെ കാരണം അവരെക്കാൾ അനുഗ്രഹിക്കപ്പെട്ട നമ്മൾ. ഈ കണ്ടവൻ, അപ്പം ഭക്ഷിച്ചവൻ, കൂടെ നടന്നവൻ, ഹല്ലേലൂയ പാടിയവൻ ഒക്കെ ക്രൂശിക്കപ്പെട്ടപ്പോ പേടിച്ചോടി ആകപ്പാടെ ഞാൻ അറിയുന്നില്ലെന്നും പറഞ്ഞ് അതിലീ ഇപ്പൊ പിള്ളേരുടെ ഭാഷ പറഞ്ഞ കണ്ടം വഴി ഓടി ഉമ്മാര് പേടി കാരണം ഓടിക്കളഞ്ഞു. അപ്പം തിന്നവനാ, ഹല്ലേലൂയ പറഞ്ഞവനാ, കടലും മീതെ അടക്കുന്ന കണ്ണിന് കണ്ടതാ, അമ്മാവിയമ്മ സൗഖ്യമാകുന്ന കണ്ട് ചാടി തുള്ളി അതിലെല്ലാം പറഞ്ഞു നടന്നവനാ, നോട്ടീസ് അടിച്ചവനാ, പരസ്യം കൊടുക്കാനിരുന്നവനാ. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത പാവപ്പെട്ട നമ്മള് ക്രൂശിന്റെ ചുവട്ടിലാ ഇന്ന് നിൽക്കുന്നത്, മാറാതെ നിൽക്കുക. അതിന്റെ കാരണം അനുഭവം നമ്മൾ യേശുവിനോട് ചേർത്തു. അവിടുന്ന് ആരാണെന്ന് തിരിച്ചറിഞ്ഞു. നമ്മളെ കണ്ടിട്ടാ യേശു പറഞ്ഞത്. അമ്മാരോട് പറഞ്ഞു കൊടുത്തു, എടാ കുഞ്ഞെ, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. കാണാതെ നമ്മൾ വിശ്വസിക്കുന്നു, ഭാഗ്യവാനാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞ് നമുക്ക് നിർത്താം. എനിക്കൊരു സായിപ്പ് ഈ കടൽത്തീരം വഴി വരുമ്പോ ആ കടൽത്തീരത്ത് ഒത്തിരി പിള്ളേര് നിന്ന് കക്ക എടുത്ത് കളിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു. ആ കൂടെ ഇതിലൊന്നും പെടാതെ ഒരു പയ്യൻ മാറി നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ചാടുന്നു. ആ ചാടുന്നവനെ കണ്ടിട്ട്, എടാ പയ്യ, നിനക്ക് ഈ പന്ത് കളിക്കുന്നവരുടെ കൂടത്തില്ലേ, നീ എന്നെ ഈ നീ എന്നെ ചാടുന്നേ. ഈ പുള്ളി പറഞ്ഞു, സായിപ്പേ, എന്റെ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ കാശി തന്നാ പോലും ഞാൻ മാറിയില്ല. എന്റെ കാരണം എന്താണെന്നറിയില്ലേ? എന്റെ കയ്യിലേക്ക് നോക്ക്, ഒരു നൂല് കാണാം. ഈ നൂലിന്റെ അഗ്രത്തിലൊരു പട്ടമുണ്ട്. എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റാത്ത അകലത്തിൽ അതിങ്ങനെ മുകളിൽ നിൽക്കുക. അത് എത്രയും ദൂരം ചെന്നെന്ന് ഈ നൂലിന്റെ അളവിൽ എനിക്ക് കൃത്യം അറിയാം, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതാ ഞാൻ ഈ ചാടുന്നത്. ആത്മാവിൽ ആരാധിക്കുമ്പോ, കർത്താവിനെ സ്തുതിക്കുമ്പോ, ലോകം പരിഹസിക്കുമ്പോ, ആരെയും കൂടെ കൂട്ടാത്തപ്പോ നമ്മുടെ തൃപ്തി ഇതുപോലെയാണ്. ആരും കാണാത്ത ഒരു വിജയം, മറ്റാർക്കും കിട്ടാത്തൊരു വിജയം ഭക്തൻ ആസ്വദിക്കുന്നു. മറിയും ഇതുപോലെയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവദാസിയെ പറ്റി ചിന്തിക്കാൻ നമുക്കിന്ന് കഴിഞ്ഞു. ഇങ്ങനെ മനോഹര സ്ത്രീരത്നങ്ങൾ നമുക്ക് തമ്പുരാൻ സംഭാവന ചെയ്തിട്ടുണ്ട്. നല്ല പ്രചോദനം വരുന്ന നിരവധി സ്ത്രീകൾ, സഹോദരങ്ങളൊക്കെ നമ്മുടെ സ്വത്താണ്. ആ മഹാകുടുംബത്തിൽ, മറിയയുടെയും യോസേഫിന്റെയും യേശുവിന്റെയും ഒക്കെ മഹാകുടുംബത്തിലെ ഒരംഗമാണ് പാവപ്പെട്ട ഞാൻ ഇന്ന് എന്ന് കേൾക്കുന്നത്. എത്ര തൃപ്തിയാണ്. വലിയ കുലീനത്വമുള്ള, കുലമഹിമയുള്ള, ഒരു മഹാപാരമ്പര്യമുള്ള ഒരു സമൂഹത്തിന്റെ ഇങ്ങേ തലക്കലെ ശിശുക്കളായ നമുക്കും വർഷങ്ങൾക്ക് ഇപ്പുറത്തിരുന്നുകൊണ്ട് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ വലിയ ആത്മസംതൃപ്തിയും വിടുതലും ഒക്കെ ലഭിപ്പാൻ ദൈവകൃപ നൽകട്ടെ. ദൈവസാന്നിധ്യം ഇന്ന് നമ്മളെ അധികമായി ബലപ്പെടുത്തട്ടെ. വീണ്ടും അടുത്ത ദിവസം നമുക്ക് കൂടിക്കാണാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.